Hi students, good morning. Welcome to EdDream Classroom. Today we are discussing Unit 4. നമ്മൾ യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചറിലെ ലാസ്റ്റ് യൂണിറ്റ് ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. എന്താണ് ടുവേർഡ്സ് എ പൊളിറ്റിക്കൽ എത്തിക്സ്, മോറൽ ഫിലോസഫി ഓർ കൾച്ചറൽ നോംസ്. ഇതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇതിലെന്താ പറയണത്? 3 ബുക്സ് 24-ലെ 3 പോർഷൻസ്, 3 സെക്ഷൻ ഓഫ് ലൈൻസ് ആണ് കേട്ടോ പറയണത്. കുറേ അധികം റിപ്പീറ്റേഷൻ ഇതിലും വരുന്നുണ്ട്. അതുകൊണ്ട് വളരെ ഷോർട്ടാക്കിയിട്ടാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആദ്യം തന്നെ പറയാൻ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ടുവേർഡ്സ് എ പൊളിറ്റിക്കൽ എത്തിക്സ്, മോറൽ ഫിലോസഫി ഓർ കൾച്ചറൽ നോംസ്. ഇലിയഡ് ഡെപിക്ട്സ് ദ ട്രോജൻ വാർ ഈസ് എ കേസ് ഓഫ് ബ്രൂയിസ്ഡ് ഈഗോ ആൻഡ് ഹോണർ. എന്താണ്? ഈഗോയും ഹോണറും ആണ് ഇതിലെ ഏറ്റവും വലിയ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഈഗോ ആൻഡ് ഹോണർ ആർ ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഹാപ്പൻഡ് ഇൻ ട്രോജൻ വാർ. ആൻഡ് ഇലിയഡിൽ ഡെപ്പിക്റ്റ് ചെയ്യുന്നത് ഈഗോ ആൻഡ് ഹോണർ, പ്രശംസ, ഇതൊക്കെയാണ് ഇതിൽ പറയണത്. ദ ഇലിയഡ് ഡെഡിക്കേറ്റഡ് ബൈ ദ ഇലിയഡിലെ ഈ ഒരു സംഭവം, അതായത് ഈ ഒരു യുദ്ധം ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ദ എലോപ്മെൻറ്റ് ഓഫ് ഹെലൻ വിത്ത് പാരീസ്. ഹെലനും പാരീസും കൂടെ ഒളിച്ചോട്ടം നടത്തിയതാണ് ഈ ഒരു യുദ്ധത്തിനുള്ള ആദ്യത്തെ കാരണം എന്ന് പറഞ്ഞത്. പിന്നെ എന്താണ്? ദ ഡിമാൻഡ് ഫോർ ദ റിട്ടേൺ ആൻഡ് സറണ്ടർ ഓഫ് ക്രൈസിസ് സ്ലേവ് ഗേൾ ഈസ് ആസ് എ പാർട്ട് ഓഫ് ദ വാർ ബൂട്ടി. ദ ഔട്ട്കം ഓഫ് ദ ബാറ്റിൽ എഗെയിൻസ്റ്റ് ഈസ് ക്ലിയർ as Hector the Trojan has a clear indications of his impending death in the battle, while Achilles and Greeks emerge victories. എന്താണ്? ക്രൈസിസിൻ്റെ ആഗമനൻ ചോദിച്ചു. പക്ഷേ ആഗമനൻ എടുത്തു. ആഗമനൻ്റെ കയ്യിൽ നിന്ന് ക്രൈസിസിനെ അവളുടെ ഫാദർ തന്നെ തിരിച്ചു വാങ്ങിച്ചു. പിന്നെ അതിന് ശേഷം ബ്രൈസിസിനെ വേണമെന്ന് പറഞ്ഞു. അത് അക്കിലസും ആഗമനനും തമ്മിലുള്ള ആ ഒരു ക്ലാഷിന് ഇടയായി. അതാണ് ഈഗോ ഹോണറും തമ്മിലുള്ള ക്ലാഷ് എന്ന് പറയാൻ കാരണം കേട്ടോ. പിന്നെ വരുന്നത് എന്താണ്? പിന്നെ അദ്ദേഹം ആ ഒരു യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. ആരും? അക്കിലസ്. അതുകൊണ്ട് തന്നെ അക്കിലസിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള പെട്രോക്ലസിനെ അദ്ദേഹം ആ യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി വിടുകയാണ്. അങ്ങനെ ഹെക്ടർ, ട്രോജൻ്റെ ഹീറോ ആയിട്ടുള്ള അല്ലെങ്കിൽ കിങ് ആയിട്ടുള്ള ഹെക്ടർ അക്കിലസിൻ്റെ ഫ്രണ്ടായ പെട്രോക്ലസിനെ വധിക്കുന്നു. അതിനുശേഷമാണ് അക്കിലസ് വീണ്ടും ഈ ബാറ്റിൽ ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അങ്ങനെയാണ് ഹെക്ടറിനെ അക്കിലസ് വധിക്കുന്നത്. ഇത്രയൊക്കെയാണ് നമ്മളെ ഒരു സ്റ്റോറിയിലുള്ളത്, അതായത് ഇലിയഡിലുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? ബുക്ക് 24-ലെ കുറച്ച് വരികളാണ് കേട്ടോ. ബുക്ക് 24-ലെ 468 മുതൽ 551 വരെ എന്താണ്? പ്രിയം മൂവ്സ് അക്കിലസ് ഹേർട്ട്. പ്രിയം എന്താണ്? അക്കിലസിൻ്റെ ഹേർട്ടിലേക്ക് പ്രിയം കടന്നു ചെല്ലുകയാണ്. അതെന്താണ്? അക്കിലസ് ഹെക്ടറിനെ വധിച്ചു. അതിനുശേഷം ഹെക്ടറിൻ്റെ ബോഡി വിട്ടു കൊടുക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രിയം, അതായത് ഹെക്ടറിൻ്റെ ഫാദർ ആയിട്ടുള്ള ഒരു ഓൾഡ് ഏജ്ഡ് മാൻ, വയസ്സായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം അക്കിലസിൻ്റെ അടുത്തേക്ക് പോയിട്ട് കേണ അപേക്ഷിക്കുന്ന ആ ഒരു രംഗങ്ങളാണ് നമ്മൾ 468 മുതൽ 551-ൽ ഡിസ്കസ് ചെയ്യുന്നത്. കിങ് പ്രിയം എൻറ്റേഴ്സ് അക്കിലസ് ഹട്ട്. ഹട്ട് എന്ന് പറഞ്ഞാൽ കുടിൽ. ക്ലാസ്പ് Achilles' knees and plead for his son Hector's body, reminding Achilles of his own father and evoking a powerful emotional response in Achilles. Priam's act of humility with grief makes Achilles to tears. It is a turning point of Achilles' compassion and agrees to return Hector's corpse. Achilles feels pity on Priam and he recognizes that they are both are experience of loss and sufferings. He feels respect to Priam, the fear and the honor of king shown before his son's killer. എന്താണ്? കിങ് പ്രിയം എൻറ്റേഴ്സ് അക്കിലസ് ഹട്ട്. അതായത് യുദ്ധമൊക്കെ കഴിഞ്ഞ് അവർ കിങ് പ്രിയം, അതായത് ഹെക്ടറിൻ്റെ ഫാദർ, അദ്ദേഹത്തിൻ്റെ മകൻ്റെ ബോഡിക്ക് വേണ്ടി അക്കിലസിൻ്റെ മുന്നിലേക്ക് പോവുകയാണ്. ഇങ്ങനെ എൻറ്റേഴ്സ് അക്കിലസ് ഹട്ട്, അക്കിലസിൻ്റെ ഹട്ടിലേക്ക് പോയി. ആൻഡ് ക്ലാസ്പ് അക്കിലസ് നീലിൽ, അതായത് നീല് പറഞ്ഞ മുട്ടുകുത്തി ഇരുന്നിട്ട് അദ്ദേഹം മുട്ടനിൽ പിടിച്ചു. ആൻഡ് പ്ലീഡ് ഫോർ ഹിസ് സൺസ് ഹെക്ടേഴ്സ് ബോഡി. അതായത് പ്ലീഡ് ഫോർ അദ്ദേഹത്തിൻ്റെ മകനായ ഹെക്ടറിൻ്റെ ബോഡിക്ക് വേണ്ടി യാചിക്കുകയാണ്. ആരോട്? അക്കിലസിനോടും. റിമൈൻഡിങ് അക്കിലസ് ഓഫ് ഹിസ് ഓൺ ഫാദർ. എന്താണ്? ആ ഒരു രംഗം അല്ലെങ്കിൽ അദ്ദേഹത്തെ കാണുമ്പോൾ ഓൾഡ് ആയിട്ടുള്ള
ഓൾഡ് കിങ് പ്രിയത്തെ കാണുമ്പോൾ എന്താണ് അക്കിലസിന്റെ തന്നെ ഫാദറിനെയാണ് ഓർമ്മ വരുന്നത്. ആൻഡ് ഇവോക്കിംഗ് എ പവർഫുൾ ഇമോഷണൽ റെസ്പോൺസ് ഇൻ അക്കിലസ്. എന്താണ് അങ്ങനെ അദ്ദേഹം മുട്ടുകുത്തി ഇരുന്ന് അദ്ദേഹത്തിന്റെ മകന്റെ ബോഡിക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ എന്താണ് അദ്ദേഹത്തിന്, അതായത് അക്കിലസിന് തോന്നുന്നത് ഇവോക്കിംഗ് എ പവർഫുൾ ഇമോഷണൽ റെസ്പോൺസ് ഇൻ അക്കിലസ്. എന്താണ് ഒരു പവർഫുൾ ആയിട്ടുള്ള നല്ലൊരു ശക്തിയുള്ള ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റെസ്പോൺസ് ഇവോക്ക് ചെയ്യാണ് അദ്ദേഹത്തിനെ കാണുമ്പോൾ. കിങ് പ്രിയത്തെ കാണുമ്പോൾ അദ്ദേഹത്തിന് ഇമോഷണൽ ആയിട്ട് പലതരത്തിലുള്ള റെസ്പോൺസുകൾ തോന്നുകയാണ് അക്കിലസിന്. പ്രിയംസ് ആക്ട് ഓഫ് ഹ്യൂമിലിറ്റി വിത്ത് ഗ്രീഫ് മേക്സ് അക്കിലസ് ടു ടിയേഴ്സ്. എന്താണ് പ്രിയംസ് ആക്ട് ഓഫ് ഹ്യൂമിലിറ്റി വിത്ത് ഗ്രീഫ് മേക്ക് അക്കിലസ് ടു ടിയേഴ്സ്. എന്താണ് പ്രിയത്തിന്റെ, അതായത് ഹെക്ടറിന്റെ ഫാദറിന്റെ ആക്ടുകളൊക്കെ കാണുമ്പോൾ, ഹ്യൂമിലിറ്റി നിറഞ്ഞ ആ ഒരു ദയനീയമായിട്ടുള്ള ആക്ടുകൾ ഒക്കെ കാണുമ്പോൾ എന്താണ് അക്കിലസിന് കണ്ണുനീര് വരികയാണ്. അക്കിലസ് അത്രയും ധീര യോദ്ധാവാണ്, എന്നിട്ട് കൂടി അദ്ദേഹത്തിന് എന്താണ് കണ്ണുനീര് വരികയാണ്, സങ്കടം തോന്നുകയാണ് ആരോട്, പ്രിയത്തോട്. ഇറ്റ് ഈസ് എ ടേണിംഗ് പോയിന്റ് ഓഫ് അക്കിലസ് കമ്പാഷൻ. അതെന്താണ് അക്കിലസിന്റെ കമ്പാഷൻ, അക്കിലസിന്റെ ആ ഒരു കമ്പാഷൻ ഉള്ള ഒരു ടേണിംഗ് പോയിന്റ് ആണ്. അദ്ദേഹത്തിന് ഒരു ചേഞ്ച് നമ്മൾ കാണാൻ കഴിയുമെന്ന് നമ്മൾ കഴിഞ്ഞ യൂണിറ്റിലൊക്കെ പറഞ്ഞു. അതാണിത്. പ്രിയവും അതായത് കിങ് പ്രിയവും അക്കിലസും തമ്മിലുള്ള ആ ഒരു ഭാഗത്താണ് നമുക്ക് അക്കിലസിന്റെ ക്യാരക്ടറിൽ അല്ലെങ്കിൽ ബിഹേവിയറിൽ കുറച്ച് ചേഞ്ചസ്, അതായത് സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു അക്കിലസിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. ആൻഡ് അഗ്രീസ് ടു റിട്ടേൺ ഹെക്ടേഴ്സ് ബോഡി. അങ്ങനെ ആ ഒരു കമ്പാഷൻ തോന്നിയതോടു കൂടി അല്ലെങ്കിൽ ആ ഒരു സങ്കടം അദ്ദേഹത്തിന് തോന്നിയതോടു കൂടി എന്താണ് ഹെക്ടറിന്റെ ബോഡി തിരിച്ച് കൊടുക്കാൻ വേണ്ടി സമ്മതിച്ചു. ആര്? അക്കിലസ് ഫീൽസ് പിറ്റി ഓൺ പ്രിയം ആൻഡ് ഹി റെക്കഗ്നൈസ് ദാറ്റ് ദേ ബോത്ത് ആർ എക്സ്പീരിയൻസ് ഓഫ് ലോസ് ആൻഡ് സഫറിങ്. എന്താണ് അക്കിലസ് ഫീൽ പിറ്റി ഓൺ പ്രിയം. എന്താണ് പ്രിയത്തിനോട്, അതായത് ഹെക്ടറിന്റെ ഫാദറിനോട് അക്കിലസിന് ദയ തോന്നുകയാണ്. അത്രയും വയസ്സായിട്ടുള്ള ഒരാള് തൻ്റെ മുന്നിൽ വന്ന് അതായത് കിങ് ആണ്, മുട്ടുകുത്തി നിന്ന് യാചിക്കുമ്പോൾ അദ്ദേഹത്തിനോട് എന്താണ് ഫീൽ പിറ്റി ദയ തോന്നുകയാണ് അദ്ദേഹത്തിനോട് അക്കിലസിന്. ഹി റെക്കഗ്നൈസ്, അപ്പൊ എന്താണ് അദ്ദേഹം തിരിച്ചറിയാണ് എന്ത്, ദാറ്റ് ദേ ബോത്ത് ആർ എക്സ്പീരിയൻസ് ഓഫ് ലോസ് ആൻഡ് സഫറിങ്സ്. എന്താണ് അവർ രണ്ടുപേരും, അക്കിലസ് ആയാലും പ്രിയമായാലും എന്താണ് രണ്ടുപേർക്കും അവരവർക്ക് പ്രിയപ്പെട്ട ആൾക്കാരെ നഷ്ടപ്പെട്ടു. ആ ഒരു നഷ്ടപ്പെട്ടതിന്റെ വേദനയും സഫറിങ്സും നഷ്ടപ്പെടുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ എന്താണ് രണ്ടുപേരും ഒരേപോലെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പൊ അദ്ദേഹം എന്താണ് റെക്കഗ്നൈസ് ദാറ്റ് ദേ ബോത്ത് ആർ, രണ്ടുപേരും എക്സ്പീരിയൻസ് ഓഫ് ലോസ് ആൻഡ് സഫറിങ്സ്, ലോസും നഷ്ടപ്പെടലും സഫറിങ്സ് വേദനകളൊക്കെ രണ്ടുപേരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണെന്ന് അദ്ദേഹം തിരിച്ചറിയാണ് ആ ഒരു നിമിഷത്തിൽ. ഹി ഫീൽസ് റെസ്പെക്ട് ടു പ്രിയം. എന്താണ് ആ ഒരു സമയത്ത് അക്കിലസിന് ഹെക്ടറിന്റെ ഫാദറിനോട് എന്താണ് ഒരു ബഹുമാനം, റെസ്പെക്ട് തോന്നുകയാണ്. ദ ഫിയർ ആൻഡ് ഹോണർ ഓഫ് കിങ് ഷോൺ ബിഫോർ ഹിസ് സൺസ് കില്ലർ. എന്താണ് ദ ഫിയർ, പേടിയും ഹോണർ, ബഹുമാനം ഒക്കെ തോന്നുകയാണ്. ആരോട്? അദ്ദേഹത്തിന്റെ മകനെ വധിച്ച ആളോട്. ആർക്ക് തോന്നുകയാണ്? പ്രിയത്തിന്. ദ ഫിയർ ആൻഡ് ദ ഹോണർ ഓഫ് കിങ് ഷോൺ ബിഫോർ ഹിസ് സൺസ് കില്ലർ. അദ്ദേഹത്തിന്റെ മകനെ കൊന്ന ആളോട് പേടിയും അതേപോലെ തന്നെ എന്താണ് ബഹുമാനം തോന്നുകയാണ് കിങ് പ്രിയത്തിന്. ജസ്റ്റ് ഒരു ഷോർട്ട് നോട്ടാണ് കേട്ടോ ഇതിലുള്ളത്. അക്കിലസ്, ഇത് ഒക്കെ റിപ്പീറ്റേഷൻ ആണ് ഇതിൽ വരുന്നത്, സെയിം കാര്യങ്ങൾ. ഇത് പിന്നെ ടെക്സ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ, അതുകൊണ്ടാണ് ഞാൻ ഇത് വല്ലാണ്ട് വലിച്ചു വാരി പറയാത്തത്. ഇനി നമുക്ക് അടുത്ത ലൈനുകൾ നോക്കാം. അതായത് ബുക്ക് 24:552-620. അതെന്താണ്? അക്കിലസ് റിലീസ് ഹെക്ടേഴ്സ് കോപ്സ് ടു പ്രിയം. അതാണ് ഇതുവരെ നമ്മൾ കണ്ടത്. എന്താണ് അക്കിലസ് പ്രിയത്തിനോടുള്ള ആ ഒരു അക്കിലസിന്റെ മനസ്സിലേക്ക് പ്രിയം കടന്നു കയറുന്നതാണ് ഇത് നമ്മൾ പഠിച്ചത്. അതെന്താണ് അക്കിലസിന്റെ അദ്ദേഹം പ്രിയത്തിന്റെ ആ ഒരു നിസ്സഹായാവസ്ഥയും അവരുടെ സെയിം സിറ്റുവേഷനൊക്കെ കണ്ടിട്ടാണ് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ആര് കയറുന്നത്? പ്രിയം കയറുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, എങ്ങനെയാണ് അദ്ദേഹം അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആ ഒരു വിട്ടു നൽകലിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നാണ്. ദ ഓൾഡ് കിങ് ഗ്രിപ്ഡ് ബൈ ഫിയർ ആൻഡ് വാസ്
സൈലന്റ്. എന്താണ്? ദ ഓൾഡ് കിങ് ഗ്രിപ്ഡ് ബൈ ഫിയർ ആൻഡ് വാസ് സൈലന്റ്. അദ്ദേഹത്തിന് പേടിയും ബഹുമാനവും ഉണ്ടായിരുന്നു ആരോട്? അക്കിലസിനോട്. അതുകൊണ്ട് തന്നെ എന്താണ്? ദ ഓൾഡ് കിങ് ഗ്രിപ്ഡ് ബൈ ഫിയർ ആൻഡ് വാസ് സൈലന്റ്. അദ്ദേഹത്തിന് ഭയങ്കര പേടി തോന്നുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊന്നും പറയാനോ ഒന്നിനുള്ള ധൈര്യം ഉണ്ടാവില്ല, നമ്മൾ ആകെ സൈലന്റ് ആയിരിക്കും അല്ലേ? അതേപോലെ തന്നെയാണ് ഓൾഡ് കിങ് ആയ പ്രിയത്തിനും തോന്നുന്നത്. ഹി വാസ് ഗ്രിപ്ഡ് ബൈ ഫിയർ ആൻഡ് വാസ് സൈലന്റ്. അദ്ദേഹം ആ പേടിയോട് കൂടി തന്നെ എന്താണ്? അദ്ദേഹം വളരെയധികം സൈലന്റ് ആയിരുന്നു. ഇറ്റ് ഡിസ്ക്രൈബ് ദ കമ്പാഷൻ ആസ് ഹി സീ കിങ് പ്രിയം. എന്താണ് ഇത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? എന്താണ്? ആ ഒരു കിങ് പ്രിയത്തിൽ അദ്ദേഹത്തിന് കാണാൻ കഴിയുന്ന ആ ഒരു കമ്പാഷൻ ആണ് കേട്ടോ. ഹിസ് ഗ്രീഫ് ആൻഡ് ദെയർ സഫറിങ്സ് ഇൻ വാർ ലീഡിങ് ഹിം ടു റിട്ടേൺ ഹെക്ടേഴ്സ് ബോഡി. എന്താണ്? അദ്ദേഹത്തിന്റെ ആ ഒരു ഗ്രീഫ്, സങ്കടവും അതേപോലെ തന്നെ ആ ഒരു സഫറിങ്ങും എന്താണ്? ആ യുദ്ധത്തോടു കൂടി പ്രിയത്തിനും അതേപോലെ തന്നെ അക്കിലസിനും ഒരേപോലെ ഗ്രീഫും സഫറിങ്സും അനുഭവിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള രണ്ടാൾക്കാരാണ് അവർ രണ്ടുപേരും. അതുകൊണ്ട് തന്നെ എന്താണ്? അതാണ് ആ ഒരു കാരണമാണ് അദ്ദേഹം അക്കിലസിന്റെ ഏറ്റവും ശത്രുവായിട്ടുള്ള ഹെക്ടറിന്റെ ബോഡി തിരിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കാനുള്ള കാരണം. എന്ത്? ഹിസ് ഗ്രീഫ് ആൻഡ് ദെയർ സഫറിങ്സ്. അദ്ദേഹത്തിന്റെ ആ ഗ്രീഫും അവരുടെ സഫറിങ്സും ഒക്കെയാണ് എന്താണ്? ലീഡിങ് ഹിം ടു റിട്ടേൺ ഹെക്ടേഴ്സ് ബോഡി. ഹെക്ടറിന്റെ ബോഡി തിരിച്ചു നൽകാൻ അദ്ദേഹത്തിന് സമ്മതിക്കാൻ കാരണം അല്ലെങ്കിൽ തോന്നാൻ കാരണം അവരുടെ ആ ഒരു സഫറിങ്സ് തന്നെയാണ് കേട്ടോ. അക്കിലസ് ഫെച്ച് ഹിസ് ബോഡി, ഹിസ് സൺസ് ബോഡി. അക്കിലസ് എന്താണ്? അദ്ദേഹത്തിന്റെ മകന്റെ ബോഡി കൊടുന്ന് കാണിച്ചു കൊടുത്തു. ആൻഡ് ദേ ഷെയർ എ മീൽ കൊടുത്തു കേട്ടോ. ആൻഡ് ദെൻ ഷെയർ എ മീൽ. അതിനുശേഷം എന്താണ്? അവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സായി. അങ്ങനെ നല്ല ഒരു രീതിയിൽ പിരിയാന്ന് വിചാരിച്ച് അവർ രണ്ടുപേരും എന്താണ്? ദേ ഷെയർ എ മീൽ. അവർ രണ്ടുപേരും ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. ഇറ്റ് ഈസ് എ മൊമെന്റ് ഓഫ് യൂണിറ്റി. ഇറ്റ് ഈസ് എ മൊമെന്റ് ഓഫ് യൂണിറ്റി ആൻഡ് എ മൊമെന്റ് ഓഫ് സൈലൻസ്. ഇതെന്താണ്? ഒരു യൂണിറ്റി. രണ്ട് പക്ഷത്ത് നിന്ന ആൾക്കാർ തമ്മിലുള്ള ആ ഒരു കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അതുകൊണ്ട് എന്താണ്? ഇറ്റ് ഈസ് എ മൊമെന്റ് ഓഫ് യൂണിറ്റി ആൻഡ് ഓൾസോ മൊമെന്റ് ഓഫ് സൈലൻസ്. സൈലൻസ് പറഞ്ഞാൽ നിശബ്ദതയുടെയും ഒരു യൂണിറ്റി. യൂണിറ്റി പറഞ്ഞാൽ രണ്ടുപേരും ഒരുമിച്ച് രണ്ട് യോദ്ധാക്കൾ അല്ലെങ്കിൽ രണ്ട് എതിർവശത്ത് നിന്ന രണ്ടുപേരും തമ്മിൽ ഒന്നാവണതാണ് അത്. ഇറ്റ് ഈസ് എ മൊമെന്റ് ഓഫ് യൂണിറ്റി. രണ്ടുപേരും സെയിം കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ടാണ് അവർക്ക് ആ ഒരു രണ്ടുപേരുടെ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാവാൻ കാരണം. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു യൂണിറ്റിയും അതേപോലെ ഒരു സൈലൻസും. ഇറ്റ് ഈസ് എ മൊമെന്റ് ഓഫ് യൂണിറ്റി ആൻഡ് എ മൊമെന്റ് ഓഫ് സൈലൻസ്. അക്കിലസ് ഗ്രാൻഡ് ദ ട്രോജൻ എ 12-day truce to properly mourn and bury Hector. എന്താണ്? അക്കിലസ് അദ്ദേഹത്തോട് പ്രിയത്തോട് ഒരു സിമ്പതിയും കാര്യങ്ങളും തോന്നി. അവർ തമ്മിലൊരു യൂണിറ്റി ഉണ്ടായി. അതുകൊണ്ട് തന്നെ എന്താണ്? അക്കിലസ് അത്രയും നല്ല ഫ്രണ്ടായിട്ടുള്ള പെട്രോക്ലസിനെ കൊന്നതാണ് ആര്? പ്രിയത്തിന്റെ മകൻ ഹെക്ടർ. അതാണ് ആ ഒരു ബോഡി വിട്ടുകൊടുക്കാതിരിക്കാനും ഒക്കെ ഉള്ള ആ ഒരു കാരണം. പക്ഷേ ആ പ്രിയത്തിന്റെ ആ ഒരു ആക്ട് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മകന്റെ ബോഡി വിട്ടുകൊടുക്കാതിരിക്കാൻ അക്കിലസിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ എന്താണ്? അക്കിലസ് ഗ്രാൻഡ് ചെയ്യാണ് ദ ട്രോജൻസ് 12 days of truce. എന്താണ്? ട്രോസ് ടു പ്രോപ്പർലി മോൺ ആൻഡ് ബറി ഹെക്ടർ. അത് പ്രോപ്പറായിട്ട് അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം മോൺ ചെയ്തിരിക്കുമല്ലോ, അതേപോലെ അതായത് ആ ഒരു ഇതിലിരിക്കും. അതേപോലെ തന്നെ അവരും അതായത് ട്രോജൻസിന് വേണ്ടി ഒരു 12 ദിവസത്തെ ഒരു പ്രോപ്പറായിട്ടുള്ള ആ ഒരു എന്താണ് മോർണിങ്ങിനുള്ള സമയം കൊടുക്കുകയാണ്. മോർണിംഗ് പറഞ്ഞാൽ ആ ഒരു സങ്കടം, നമ്മൾ ആ മരിച്ച ആൾക്ക് വേണ്ടി സങ്കടം എന്നൊക്കെ അങ്ങനെ ഇരിക്കില്ല, അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ബറി ഹെക്ടറിന്റെ ബോഡി ബറി ചെയ്യാനും ട്രോജന് അക്കിലസ് ഗ്രാൻഡ് ചെയ്യാണ്, സമ്മതിച്ചു. അക്കിലസ് അതിനുള്ള ഒരു സമ്മതം കൊടുക്കുകയാണ്. എന്തിനു വേണ്ടി? 12 days of truce to properly mourn and bury Hector. പ്രിയം റിട്ടേൺ ബാക്ക് ടു ദ ട്രോയ് വിത്ത് ഹെക്ടേഴ്സ് ബോഡി. എന്താണ്? അങ്ങനെ മീലൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മകൻ്റെ ബോഡിയുമായിട്ട് തിരിച്ച് എങ്ങോട്ട് പോരുകയാണ്? ട്രോയിലേക്ക് പോരുകയാണ് കേട്ടോ. The old king, gripped by fear, was silent. Then the son Peleus ran from the hut, followed by his 2 companions. ഇതൊക്കെ സെയിം കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ വല്ലാണ്ട് റിപ്പീറ്റ് ചെയ്യാത്തത് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു സമ്മറി ആയിട്ട് പോലെയാണ് ഇത്, ആ ലൈനുകളുടെ സമ്മറി ആയിട്ടാണ് പറയണത്. ഇത്രയാണ് ബുക്ക് 24-ലെ 468 മുതൽ 557 ലൈനുകളിൽ പറയണത്. അതെന്താണ്? അതിലെന്താണ് ഹെഡിങ് കൊടുത്തിട്ടുള്ളത്? പ്രിയം മൂവ്സ് അക്കിലസ് ഹേർട്ട്. അക്കിലസിന്റെ ഹേർട്ടിലേക്ക് പ്രിയം മൂവ് ചെയ്യുന്ന ആ ഒരു രംഗങ്ങൾ,
അത് സെയിം നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് പിന്നെയും പറയണത്. പിന്നെ സെക്കൻഡ് പോർഷൻ എന്ന് പറഞ്ഞത് 550 to 552 മുതൽ 620 വരെ എന്താണ് അക്കിലസ് റിലീസ് ഹെക്ടേഴ്സ് കോപ്സ് ടു പ്രിയത്തിനിക്ക് തൻ്റെ മകൻ്റെ ബോഡി തിരിച്ചു നൽകുകയാണ്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ബുക്ക് 24 ലൈൻ 621 മുതൽ 679 വരെയാണ്. ഇതുവരെ നമ്മൾ എടുത്തത് എത്രയാണ്? 2 പോർഷൻ നമ്മൾ എടുത്തു. ബുക്ക് 24 468 മുതൽ 551 വരെ, പിന്നെ 552 മുതൽ 620 വരെ. ഇതിലെന്താണ് നമ്മൾ പഠിച്ചത്? ഇത്രയും ഭാഗം പഠിച്ചത് അക്കിലസ് റിലീസ് ഹെക്ടേഴ്സ് കോപ്സ് ടു പ്രിയം. അത് അക്കിലസ് ഹെക്ടറിൻ്റെ ബോഡി അദ്ദേഹത്തിൻ്റെ ഫാദർ ആയിട്ടുള്ള പ്രിയത്തിന് തിരിച്ചു നൽകാൻ വേണ്ടി തീരുമാനിച്ചു എന്നുള്ളതാണ്. ഇത്രയും അതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ 2 പോർഷൻസിൽ നോക്കിയത്. ഇനി നോക്കാൻ പോകുന്നത് എന്താണ്? അക്കിലസ് എഗ്രീസ് ടു ദ ട്രൂസ് ഓഫ് ഹെക്ടേഴ്സ് ഫ്യൂണറൽ. ഹെക്ടറിൻ്റെ ഫ്യൂണറലിന് അക്കിലസ് എഗ്രി ചെയ്യുന്ന ആ കുറച്ച് ഭാഗങ്ങളെ പറ്റിയാണ് ഇനി നമ്മൾ നോക്കാൻ പോണത് കേട്ടോ. അക്കിലസിൻ്റെ നാട്ടിലേക്ക് പ്രിയം പോയി എന്ന് പറഞ്ഞു. ഇനി അവിടെ നിന്നുള്ള കുറച്ച് കാര്യങ്ങളാണ്. ദീസ് ലൈൻ ഡിസ്ക്രൈബ് ദ പ്രിപ്പറേഷൻ ഓഫ് മീൽ. എന്താണ് ഈ ഒരു ലൈന് സ്റ്റാർട്ട് ചെയ്യുന്നത്? എന്താണ് ആ ഒരു ഫീസ്റ്റിന് ഒപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്ഷണിച്ചു എന്ന് പറഞ്ഞല്ലോ. അക്കിലസ് പ്രിയത്തിനെ വിളിച്ചു. അപ്പോൾ അവിടെ നിന്നുള്ള ആ ഒരു കാര്യങ്ങളാണ് ഇനി കേട്ടോ. പ്രിപ്പറേഷൻ ഓഫ് മീൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ലൈൻ 621 to 679 വരെ ഉള്ളതിൽ എന്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? എങ്ങനെയാണ്? പ്രിപ്പറേഷൻ ഓഫ് മീല് പ്രിപ്പയർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്തോടുകൂടിയാണ് ഈ ഒരു വരികൾ തുടങ്ങുന്നത്. ദേ ഈറ്റ് ഇറ്റ് ടുഗദർ. അത് പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ട് മീലിൻ്റെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ് അതിൻ്റെ കുറച്ച് സ്റ്റേജസുകളൊക്കെ ടെക്സ്റ്റിലുണ്ട്. അതിൽ പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ട് അവർ 2 പേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ആരൊക്കെ? പ്രിയവും അക്കിലസും ഭക്ഷണം കഴിക്കുകയാണ്. ദെൻ അക്കിലസ് ഓർഡർ ഹിസ് സെർവൻറ്റ് ടു പ്രിപ്പയർ ബെഡ് ഫോർ ഹിം. He told Priyam to sleep outside because other people come here. If they were so you, the return of the body to you would be delayed. എന്താ പറയണത്? അക്കിലസും പ്രിയവും ഇപ്പം നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പിലാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അക്കിലസിന് പ്രിയത്തിൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് വളരെ ക്വയറ്റായിട്ടാണ് സംസാരിക്കുന്നത്. എന്താണ് അക്കിലസ് ഓർഡർ ചെയ്യുന്നത്? അക്കിലസിൻ്റെ ഭക്ഷണശേഷം 2 പേരും ഭക്ഷണം കഴിച്ചു. പിന്നെ അക്കിലസിൻ്റെ സെർവൻസിനോട് അദ്ദേഹത്തിന് വേണ്ടിയുള്ള ബെഡ് പ്രിപ്പയർ ചെയ്യാൻ പറയുകയാണ്. അത് ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി ബെഡ് പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. ദെൻ ഹി ടോൾഡ് പ്രിയം ടു സ്ലീപ്പ് ഔട്ട്സൈഡ്. എന്താണ്? പ്രിയത്തോട് ബെഡിൻ്റെ ഹട്ടിൻ്റെ ഉള്ളിലേക്ക് വരാൻ പറയുന്നില്ല, പക്ഷേ അദ്ദേഹത്തോട് ആ ഹട്ടിൻ്റെ പുറത്ത് കടക്കാൻ വേണ്ടി കുറച്ചു നേരം കടന്നുറങ്ങിക്കോളാൻ വേണ്ടി പറയാണ്. ബിക്കോസ് അങ്ങനെ പറയാനുള്ള കാരണം ദേഷ്യം കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു പദവി ഉള്ളതുകൊണ്ടോ വിക്ടറി യുദ്ധത്തിൽ ജയിച്ചതുകൊണ്ടുള്ള അഹങ്കാരം കൊണ്ടല്ല. എന്താണ്? ബിക്കോസ് ഓഫ് അതർ പീപ്പിൾ കംസ് ഹിയർ. ചിലപ്പം മറ്റുള്ള ആളുകൾ ആ ഗ്രീക്കുകാരും മറ്റുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഹട്ടിലേക്ക് വരും. അപ്പോൾ അവരെങ്ങാനും നിങ്ങളെ കണ്ടുകാരം, അതായത് പാരീസല്ല പ്രിയത്തെ കണ്ടു കഴിഞ്ഞാൽ എന്താണ്? ആ ബോഡി റിട്ടേൺ ചെയ്യുക, അതായത് ഹെക്ടറിൻ്റെ ബോഡി തിരിച്ചു നൽകുന്നതിൽ അവർ ഡിലേ വരുത്തുക. അതുകൊണ്ടാണ് പുറത്ത് കടന്നോളാൻ പറഞ്ഞത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആര്? അക്കിലസ് പറയണത്. ദെൻ അക്കിലസ് ആസ്ക് അബൌട്ട് ഹിസ് സൺസ് ഫ്യൂണറൽ. പിന്നെ അദ്ദേഹം പറഞ്ഞു ഹെക്ടറിൻ്റെ ബോഡിയുടെ ഫ്യൂണറലിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അക്കിലസ് ആരോട് ചോദിക്കുകയാണ്? പ്രിയത്തോട് ചോദിക്കുകയാണ്. ദെൻ പ്രിയം ആൻസേർഡ് ഹിം ദാറ്റ് പ്ലീസ് അലോ ഹിം ടു ബറി ഹിസ് സൺസ് ബോഡി. എന്താണ്? പ്ലീസ് അലോ, ദയവായി എൻ്റെ മകൻ്റെ ബോഡി, അതായത് മകൻ്റെ ശവം ബറി ചെയ്യാൻ ഉള്ള ആ ഒരു അനുവാദം തരണമെന്ന് ആര് പറയാണ്? അക്കിലസിനോട് പ്രിയം പറയുകയാണ്. ദെൻ പ്രിയം ആൻസേർഡ് ഹിം ദാറ്റ്. പ്രിയം എന്താണ് ചെയ്യേണ്ടത്, ഫ്യൂണറലിനെ പറ്റി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അക്കിലസ് ചോദിക്കുമ്പോൾ പ്രിയം പറയാണ് ബറി ചെയ്യാനുള്ള ഒരു അനുവാദം തരണം, അദ്ദേഹത്തിൻ്റെ മകൻ്റെ ശവം ബറി ചെയ്യാൻ ഉള്ള അനുവാദം തരണം. ആൻഡ് പ്ലീസ് അലോ ടു ദ ലാമൻറ്റ് ഓഫ് 9 days ഇൻ ദ പാലസിൽ 9 ദിവസത്തെ ആ ഒരു ലാമൻറ്റ്, ആ ഒരു മോൺസ്, അതായത് ആ ഒരു ദുഃഖാചാരണം നടത്താൻ വേണ്ടി സമ്മതിക്കണം എന്ന് പറയുകയാണ്. അതേപോലെ ക്യാരി ഔട്ട് ദ റൈറ്റ്സ് ഓൺ ദ 10th day. അത് ആ ഒരു 10ാമത്തെ ദിവസത്തിൻ്റെ ആ ഒരു റൈറ്റുകൾ, അതായത് ആ ഒരു രീതികളൊക്കെ ക്യാരി ചെയ്ത് കൊണ്ടുപോകണം 10ാമത്തെ ദിവസം. ദെൻ ദ 11th day
റൈസ് ഹിസ് ബാരോ. 11th ഡേ എന്താ ചെയ്യേണ്ടത്? റൈസ് ഹിസ് ബാരോ. ബാരോ റൈസ് ചെയ്യുക, ബാരോ പൊന്തിക്കാനുള്ള അനുവാദം നൽകണം. ആൻഡ് ഫീസ്റ്റ് ടു ദ പീപ്പിൾ. ജനങ്ങൾക്ക് ഒരു സദ്യ കൊടുക്കണം. ഇത്രയൊക്കെയാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. പിന്നെ എന്താണ് 12th ഡേ? എന്താണ് 12th ഡേ? വി ഫൈറ്റ് അഗൈൻ. ഞങ്ങൾ വീണ്ടും യുദ്ധത്തിന് വേണ്ടി അല്ലെങ്കിൽ വീണ്ടും യുദ്ധം ചെയ്യാൻ വേണ്ടി റെഡിയാകും എന്ന് പറഞ്ഞു. അക്കിലസ് എഗ്രീസ് ടു പ്രിയംസ് റിക്വസ്റ്റ്. അക്കിലസ് പ്രിയത്തോടുള്ള ആ ഒരു സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു റെസ്പെക്ട് കൊണ്ടോ ഒക്കെ അദ്ദേഹം അത് പ്രിയത്തിൻ്റെ റിക്വസ്റ്റ് എന്താണ് സമ്മതിക്കുകയാണ്. ആൻഡ് ഹീ സെഡ് ദാറ്റ് ഹീ കൺട്രോൾ ഹിസ് ആർമി. എന്താണ് അവരുടെ ആർമി, ബാക്കിയുള്ളവർക്കൊന്നും പ്രിയത്തോട്, അതായത് എതിരാ നിന്ന ടീമിലുള്ള ആളാണല്ലോ പ്രിയം, അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർക്കൊന്നും വലിയ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അക്കിലസിന് താല്പര്യം അല്ലെങ്കിൽ ഒരു ദയ തോന്നാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണ് അക്കിലസ് അനുഭവിച്ച സെയിം കാര്യങ്ങളാണ് പ്രിയവും പ്രിയത്തിന്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള. രണ്ടുപേർക്കും എന്താണ് ലോസ് ഓഫ് ഹ്യൂമൻ, അതായത് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരെയാണ് രണ്ടുപേർക്കും നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് രണ്ടുപേരും തുല്യ ദുഃഖം അനുഭവിക്കുന്ന ആൾക്കാരായതുകൊണ്ടാണ് അക്കിലസിന് പ്രിയത്തിനോട് ഒരു സോഫ്റ്റ് കോർണർ തോന്നാൻ കാരണം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ എല്ലാ റിക്വസ്റ്റുകളും അക്കിലസ് അംഗീകരിച്ചു കൊടുക്കുന്നത്. ദെൻ പ്രിയം ലേ ഡൗൺ ഇൻ ദ പോർട്ടിക്കോ. പോർട്ടിക്കോയിൽ അതിന് ശേഷം പ്രിയം ജസ്റ്റ് കിടന്നു. ബോഡി തിരിച്ച് കിട്ടിയിട്ടില്ലല്ലോ, അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണ്ടേ. ബോഡി തിരിച്ച് കിട്ടിയിട്ട് വേണം ഈ കർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ളത്. നമുക്കും ഉണ്ടല്ലോ നമ്മുടെ ഇതിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ. അതേപോലെ 12 ദിവസത്തെ ഒരു മോർണിംഗ് ആണ് അവർക്കുള്ളത്, ആ ഒരു ദുഃഖാചരണമാണ് ഉള്ളത്. അങ്ങനെ അദ്ദേഹം പോർട്രിക്കോയിൽ കിടക്കുകയാണ് പ്രിയം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൈൻഡ് എന്താണ്? ഫുൾ ഓഫ് തോട്ട്സ്. അദ്ദേഹം പലവിധ ചിന്തകളാൽ നിറഞ്ഞ് പോർട്ടിക്കോയിൽ കിടക്കുകയാണ്. മൈൻഡ് ഈസ് ഫുൾ ഓഫ് തോട്ട്സ്. മൈൻഡ് നിറച്ച് എന്താണ്? പലതരത്തിലുള്ള ചിന്തകളാണ്. അക്കിലസ് ഗോസ് ടു സ്ലീപ്പ് ഇൻ ടു ഹിസ് ഹട്ട്. അക്കിലസ് എന്താണ് അതൊക്കെ പറഞ്ഞ് അതിൻ്റെ ആ ഒരു റിക്വസ്റ്റ് ഒക്കെ അംഗീകരിച്ച് അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് അല്ലെങ്കിൽ ഹട്ടിലേക്ക് കിടക്കാൻ പോവുകയാണ്. ഹി ലേ ഡൗൺ വിത്ത് ബ്യൂട്ടിഫുൾ ബ്രേസസ്. എന്താണ് ബ്രേസസ് ഇപ്പോഴും അക്കിലസിൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിച്ച് സമാധാനമായിട്ട് കിടക്കുകയാണ്. ഇത്രയാണ് ലൈൻ 621 to 679 വരെയുള്ള, അതായത് 621 മുതൽ 679 വരെയുള്ള ആ ഒരു വരികളിൽ, ബുക്ക് 24 ആ ഒരു ഇത്രയും വരികളിൽ ഡെപ്പിക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞത് ഇതാണ്. പ്രിയം തൻ്റെ മകന് വേണ്ടി അവൻ്റെ ഫ്യൂണറൽ ചടങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നതും ബോഡി തിരിച്ച് കൊടുക്കുന്ന കാര്യങ്ങളും അതേപറ്റിയുള്ളതാണ് ബുക്ക് 24 621 മുതൽ 679 വരെയുള്ള വരികളിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങൾ. മീൽ ഒരുമിച്ച് കഴിക്കുന്നുണ്ട്, പിന്നെ അതേപോലെ കുറേ കാര്യങ്ങൾ അവർ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അനുവാദം കൊടുക്കുകയാണ് ആ ഒരു ലാമൻറ്റിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഫ്യൂണറൽ ചടങ്ങുകൾക്ക് വേണ്ടി, ശവസംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള 12 ദിവസത്തെ അനുമതി നൽകുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ബുക്ക് 24 ഈ യൂണിറ്റ് 4 ഡിസ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ. ഇനി അടുത്തത് ലെസൺ ഫ്രം ദ വാർ എന്ന് പറയുന്ന ആ ഒരു കുഞ്ഞു ടോപ്പിക്കോട് കൂടി നമ്മളെ യൂണിറ്റ് 4 കഴിയാൻ പോവുകയാണ്. നെക്സ്റ്റ് ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ലെസൺ ഫ്രം ദ വാർ. ഈ ഒരു യൂണിറ്റിലെ, അതായത് ടുവേർഡ്സ് എ പൊളിറ്റിക്കൽ എത്തിക്സ്, മോറൽ ഫിലോസഫി ആൻഡ് കൾച്ചറൽ നോംസ് പറഞ്ഞ 4ാമത്തെ യൂണിറ്റിലെ അവസാനത്തെ പോർഷനാണ് ലെസൺ ഫ്രം ദ വാർ. എന്താണ് വാർ, യുദ്ധത്തിൽ നിന്നുള്ള ലെസൺസ്. അതൊന്ന് പഠിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അതിൽ നിന്ന് ഉള്ള കുറച്ച് പാഠങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ദ മീനിങ് ഫുൾ മെഷേഴ്സ് ഓഫ് ദ ഗെയിൻ ആൻഡ് ലോസ് ഓഫ് വാർ. എന്താണ് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു മെഷർമെൻറ്റ്, എന്തിൻ്റെ? ഗെയിൻ, അതായത് നേടിയെടുത്തതിൻ്റെ, ലോസ് നഷ്ടപ്പെട്ടതിൻ്റെ, അതിൻ്റെയൊക്കെ നഷ്ടപ്പെടലിൻ്റെയും നേടിയെടുക്കലിൻ്റെയൊക്കെ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള അർത്ഥവത്തായിട്ടുള്ള എന്താണ് മെഷർമെൻറ്റുകളാണ് എന്തിൽ നമ്മൾ ഇതുവരെ നമ്മൾ ഈ യൂണിറ്റിൽ നമ്മൾ പഠിച്ചിട്ടില്ല. എന്താണ് മീനിങ് ഫുൾ മെഷേഴ്സ് ഓഫ് ദ ഗെയിൻ ആൻഡ് ലോസ് ഓഫ് ദ വാർ. വാറിൽ നിന്നുള്ള ഗെയിനുകൾ, നേടിയെടുക്കൽ, വാറിൽ നിന്ന് എന്തൊക്കെ നേടിയെടുത്തു, അതേപോലെ എന്തൊക്കെ ലോസസുകൾ ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലോസസുകൾ എന്താണ്, ഗെയിനുകൾ എന്താണെന്ന് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഗെയിൻ എന്ന് പറയുന്നത് അവർ യുദ്ധത്തിൽ ജയിച്ചു, പിന്നെ വാർ ബൂട്ടി ആയിട്ട് അക്കിലസിന് കിട്ടി, ക്രൈസിസിന് കിട്ടിയെങ്കിൽ എന്താണ് അത് തിരിച്ച് നൽകേണ്ടി വന്നു. അങ്ങനെ അതൊക്കെയാണ് ഗെയിനുകൾ എന്ന് പറയുന്നത്. അതേപോലെ ലോസസ്
ഹെക്ടറിൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു. പിന്നെ പെട്രോക്ലസിൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു. അങ്ങനെ കുറേ അധികം ആൾക്കാരുടെ ജീവിതം ഇതിൽ വാറോട് കൂടി, അതായത് യുദ്ധത്തിൽ നഷ്ടപ്പെടുകയുണ്ട്. അതേപോലെ ഗെയിൻ ചെയ്യാനും പറ്റിയിട്ടുണ്ട് കുറേ കാര്യങ്ങൾ എന്നാണ് പറയണത്. ദ പ്രോബ്ലം അബൌട്ട് ദ ഇലിയഡ് ഈസ് ദാറ്റ് നോട്ട് ഗീവ് എനി ഗൈഡൻസ് ഓർ ഡയറക്ഷൻ ആസ് ഹൗ ടു ലീവ് ലൈഫ്. എന്താണ് ഇതെന്താണ് ഇലിയഡിൽ ഒരു പ്രോബ്ലം ഉണ്ടെന്നാണ് പറയണത്. എന്താണ് അതിലെന്താണ് ഡെപ്പിക്റ്റ് ചെയ്യുന്ന പ്രോബ്ലം? ഇറ്റ് ഈസ് നോട്ട് ഗീവ് എനി ഗൈഡൻസ് ഓർ ഡയറക്ഷൻ ആസ് ഹൗ ടു ലീവ് ലൈഫ്. എങ്ങനെയാണ് ജീവിതം, നമ്മളെ ജീവിതം എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളതിനുള്ള ആ ഒരു ഡയറക്ഷനോ അല്ലെങ്കിൽ ഒരു ഗൈഡൻസോ തരണില്ല എന്നുള്ളത് എന്താണ് എലിയഡ് എന്ന് പറഞ്ഞ ഒരു എപ്പിക് പോയത്തിൻ്റെ ഒരു പ്രശ്നമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഒരു ഗ്രീക്ക് ഫിലോസഫർ പ്ലേറ്റോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രീക്ക് ഫിലോസഫർ ഉണ്ട്. അദ്ദേഹം ഹോമറിന്റെ ഇലിയഡിനെ പറ്റി പറയുന്ന കാര്യങ്ങളാണ് ഇനി നമ്മൾ അടുത്ത പോയിന്റിൽ പറയാൻ പോകുന്നത്. എന്താണ്? ദ ഗ്രീക്ക് ഫിലോസഫർ പ്ലേറ്റോ റിജക്റ്റഡ് ഹോമേഴ്സ് ഇലിയഡ് ഫോർ നോട്ട് ഓഫറിംഗ് എനി കൺസ്ട്രക്റ്റീവ് മോറൽ ബട്ട് ലിമിറ്റഡ് ഇറ്റ്സെൽഫ്. ഹി പോർട്രേഡ് ദാറ്റ്, എന്താണ് അദ്ദേഹം പറയുന്നത്, ഷാഡോയി വേൾഡ് ഓഫ് ഹ്യൂമൻ ആക്ഷൻ. എന്താണ് പ്ലേറ്റോ, ഒരു ഗ്രീക്ക് ഫിലോസഫർ ആയിട്ടുള്ള പ്ലേറ്റോ പറയുന്നത് എന്താണ്, അദ്ദേഹം എന്താണ് ഈ ഹോമറിന്റെ ഇലിയഡിനെ എന്താണ് റിജക്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഫോർ നോട്ട് ഓഫറിങ് എനി കൺസ്ട്രക്റ്റീവ് മോറൽ ആയിട്ടുള്ള കൺസ്ട്രക്റ്റീവ്നെസ് ഒന്നും ഇല്ലാത്തതിന്, അത് ഓഫർ ചെയ്യാത്തത് കൊണ്ട് തന്നെ എന്താണ് ഹോമറിന്റെ ഇലിയഡ് എന്താണ് അദ്ദേഹം റിജക്റ്റ് ചെയ്യാണ്, അദ്ദേഹം അത് നിരസിക്കുകയാണ്. എന്താണ് ബട്ട് ലിമിറ്റഡ് ഇറ്റ്സെൽഫ്, അത് അതിൻ്റേത് ഉള്ളിൽ ഒരു ലിമിറ്റഡ് ആണ്. എന്താ പറയുന്നത് ഹോമറിന്റെ ഇലിയഡിൽ എന്താ പറയുന്നത്, ലാസ്റ്റ് 40 days ഓഫ് ട്രോജൻ വാറിലെ ആ ഒരു 40 ദിവസത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, അതാണ് അതോടുകൂടി ലിമിറ്റഡ് ആണെന്നാണ് പറയുന്നത് കേട്ടോ. അതൊരു കൺസ്ട്രക്റ്റീവ് മോറൽ അല്ല. അതുകൊണ്ടാണ് അദ്ദേഹം എന്താണ് പ്ലേറ്റോ ഹോമറിന്റെ ഇലിയഡിനെ റിജക്റ്റ് ചെയ്യാനുള്ള കാരണം. പിന്നെ പ്ലേറ്റോ പറയുന്നത് എന്താണ്, ഷാഡോയി വേൾഡ് ഓഫ് ഹ്യൂമൻ ആക്ഷന്റെ ഒരു എന്താണ് നിഴലുകളാണെന്നാണ് പറയുന്നത്. അതായത് ഹ്യൂമൻ ആക്ഷൻ എങ്ങനെയാണോ അത് തന്നെ അങ്ങോട്ട് ഡെപ്പിക്റ്റ് ചെയ്യുകയാണെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ പോയം റിഫ്ലക്റ്റ് ദ ബ്ലഡി സൈഡ് ഓഫ് വാർ ആൻഡ് പ്രസൻസ് ദി ഗോറി ഡീറ്റെയിൽസ് ഓഫ് ഫ്ലൈറ്റ് ആൻഡ് ദ ഡിസ്ഹോണറിങ് ഓഫ് ദ ലോസേഴ്സ് ഇൻ ദ മോസ്റ്റ് ഇൻഹ്യൂമൻ മാനർ. എന്താണ്? ദ പോയം റിഫ്ലക്ട് ദ ബ്ലഡി സൈഡ് ഓഫ് വാർ. എന്താണ് പോയം എന്താണ് റിഫ്ലക്ട് ചെയ്യുന്നത്? ബ്ലഡി സൈഡ്, വാറിന്റെ യുദ്ധത്തിൽ എന്താണ് നിറച്ച് രക്തക്കളാവും. അതുകൊണ്ട് ആ ഒരു രക്തം നിറഞ്ഞിട്ടുള്ള ആ ഒരു യുദ്ധത്തിന്റെ ആ ഒരു ഭാഗത്തെയാണ് ഈ പോയം റിഫ്ലക്ട് ചെയ്യുന്നത്. പിന്നെ എന്താണ് ഗോറി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാലും ആ ഒരു ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. രക്തം തമ്മിലുള്ള ആ ഒരു കാര്യമാണ്, രക്തമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വേർഡാണ് ഗോറി എന്ന് പറഞ്ഞത്. ആ ഒരു ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് എന്താ ഇതിൽ പോയത്തിൽ പ്രസന്റ് ചെയ്യണേ. പിന്നെ എന്താണ് ദ ഡിസ്ഹോണറിങ് ഓഫ് ദ ലോസേഴ്സ് ഇൻ ദ മോസ്റ്റ് ഇൻഹ്യൂമൻ മാനർ. എന്താണ് ലോസേഴ്സ്, അതായത് ജീവിതം നഷ്ടപ്പെട്ട ആൾക്കാരുടെ ആരെ ഡിസ്ഹോണർ ചെയ്യുക എങ്ങനെ? ഇൻ മോസ്റ്റ് ഇൻഹ്യൂമൻ മാനർ. എങ്ങനെ? ഇൻഹ്യൂമൻ, മനുഷ്യത്വരഹിതമില്ലാത്ത ആ ഒരു മാനറിൽ ആ ഒരു ലോസേഴ്സ്, അതായത് യുദ്ധത്തിൽ ലോസ് ആയിട്ടുള്ള അല്ലെങ്കിൽ തോറ്റിട്ടുള്ള അല്ലെങ്കിൽ ജീവിതം നഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെയൊക്കെ എന്താണ് ഡിസ്ഹോണറിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എന്താണ് ദ പോയം റിഫ്ലക്ട് ചെയ്യുന്നത്. എന്താണ് ബ്ലഡി സൈഡും പിന്നെ എന്താണ് ഡിസ്ഹോണറിങ് ഓഫ് ദ ലോസസ്. അതായത് നമ്മൾ കണ്ടു അക്കിലസ് ഹെക്ടറിനെ വധിച്ചു. പിന്നെ എന്താണ് ആ ബോഡി എങ്ങനെയാണ് ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ ഒരു ഇൻഹ്യൂമൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൂടെയാണ് അതിനെ മരിച്ചു ഹെക്ടർ മരിച്ചു. എന്നാൽ കൂടി അദ്ദേഹത്തിന്റെ ശവത്തെ അത് ഡിസ്ഹോണറിങ് ആയിട്ടുള്ള അതായത് ഒരു ബഹുമാനമൊന്നും ഇല്ലാത്ത രീതിയിലാണ് അദ്ദേഹം ആ ഒരു ബോഡിയോട് കൂടി പെരുമാറുന്നത്. എങ്ങനെ? ഇൻഹ്യൂമൻ മാനർ. ആ ബോഡീനെ എന്താണ് തൻ്റെ രഥത്തിൽ കെട്ടി വലിച്ചയച്ച് ആ ബാറ്റിൽ ഫീൽഡിലൂടെ ഒക്കെ വലിച്ചയച്ച് കൊണ്ടുപോകും. അതൊക്കെ എന്താണ് ഒരു ഇൻഹ്യൂമൻ മാനറാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെന്താണ് ഈവൻ ദ മഹാഭാരത, നമ്മൾ പറഞ്ഞു ഇലിയഡിന് പാരലൽ ആയിട്ടുള്ള 2 ഇന്ത്യൻ എപ്പിക്കുകൾ ഉണ്ടെന്ന് ആദ്യ യൂണിറ്റിൽ പറഞ്ഞു. അതാണ് മഹാഭാരതയും പിന്നെന്താണ് രാമായണം. ഇതിലിപ്പോ മഹാഭാരതയിലും എന്താ ഇതേപോലെ ബ്ലഡി ആയിട്ടുള്ള അല്ലെങ്കിൽ കുറെ ക്രൂവൽ ആയിട്ടുള്ള വയലൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡെപ്പിക്ട് ചെയ്യുന്നുണ്ട്. എന്താണ് ഈവൻ ദ മഹാഭാരത ഡെപ്പിക്ട്സ് വയലൻസ് എന്താണ് ഈവൻ മഹാഭാരതയിൽ കൂടി എന്നാണ് പറഞ്ഞത്. മഹാഭാരതയിൽ കൂടി എന്താണ് വയലൻസ്, അതായത് ആ ഒരു വയലൻസ് ഡെപ്പിക്ട് ചെയ്യുന്നുണ്ട്. സച്ച് ആസ് ശീഷ്പാലാസ് ഡീക്യാപിറ്റേഷൻ പറഞ്ഞാൽ
ശിരച്ഛേദം, തല ഇറക്കണത്, അതാണ് ശീഷ്പാലയുടെ എന്താണ് ശിരച്ഛേദവും. പിന്നെ ദുര്യോധനാസ് റിപ്പീറ്റഡ് അറ്റംപ്റ്റ് ടു മർഡർ ഭീമ ആൻഡ് പാണ്ഡവ. ദുര്യോധനന്റെ എന്താണ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ആ ഒരു അറ്റംപ്റ്റ്, തുടർച്ചയായിട്ടുള്ള ഒരു പരിശ്രമം എന്തിനു വേണ്ടി, ടു മർഡർ ഭീമ ആൻഡ് പാണ്ഡവ, പാണ്ഡവേനെ അതേപോലെ ഭീമേനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ആ ഒരു പരിശ്രമങ്ങൾ ആരുടെ, ദുര്യോധനന്റെ. ഇതൊക്കെ എന്താണ്, ആൻഡ് ദ പബ്ലിക് മൊളസ്റ്റേഷൻ ഓഫ് ദ്രൗപദീനെ പബ്ലിക്കായിട്ട് മൊളസ്റ്റേഷൻ, അതായത് മൊളസ്റ്റായിട്ട് ഉപദ്രവിക്കുക, പീഡിപ്പിക്കുക, ആ ഒരു കാര്യങ്ങൾ. പിന്നെന്താണ്, അശ്വത്ഥാമാസ് സ്ലേയിങ് ഓഫ് ഓൾ 5 സൺ ഓഫ് ദ്രൗപദിയുടെ 5 മക്കളെയും വധിക്കുന്നത്, അശ്വത്ഥമ്മ 5 മക്കളെയും വധിക്കുന്നത്. പിന്നെ എന്താണ്, ദ അനിഹിലേഷൻ ഓഫ് കുരു ക്ലാൻ ഇൻ ദ വാറിൽ എന്താണ് കുരു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്ലാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ വംശത്തെയൊക്കെ അനിഹിലേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് എന്താണ് ഇതിൽ പറയുന്നത് കേട്ടോ. കുരു ക്ലാനിനെ ഉന്മൂലനം ചെയ്യുക, അതായത് മൊത്തമായിട്ട് നശിപ്പിക്കുക എന്നുള്ളത്. ഇതൊക്കെയാണ് എന്ത് മഹാഭാരതയിൽ ഡെപ്പിക്റ്റ് ചെയ്യുന്നുള്ള വയലൻസുകൾ. എന്തൊക്കെയാണ്, ശീഷ്പാലാസ് ഡീകാപ്പിറ്റേഷൻ, ദുര്യോധനാസ് റിപ്പീറ്റഡ് അറ്റംപ്റ്റ് ടു മർഡർ ഭീമ ആൻഡ് ദ പാണ്ഡവാസ് ആൻഡ് ദ പബ്ലിക് മൊളസ്റ്റേഷൻ ഓഫ് ദ്രൗപദി, അശ്വത്ഥാമാസ് സ്ലേയിങ് ഓഫ് ഓൾ 5 സൺസ് ഓഫ് ദ്രൗപദി ആൻഡ് ദ അനിഹിലേഷൻ ഓഫ് കുരു ക്ലാൻ ഇൻ ദ വാർ. ഇതൊക്കെ എന്താണ്, ഇതൊക്കെ വയലൻസ് ആണ്. ഈവൻ മഹാഭാരത, ഇന്ത്യൻ എപ്പിക്കായിട്ടുള്ള മഹാഭാരതയിൽ കൂടി നമ്മളെ വയലൻസ് കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെന്താണ്, ഭഗവത്ഗീത, അതും ഒരു എപ്പിക്കാണ്. ഭഗവത്ഗീതയിൽ അണ്ടർലൈൻ ചെയ്യുന്നത് എന്താണ്, സ്പിരിച്വാലിറ്റി. മഹാഭാരതയിൽ സെക്യുലറിസം, ഭഗവത്ഗീതയിൽ സ്പിരിച്വാലിറ്റിയാണ് പറയുന്നത്. മഹാഭാരതയിൽ സെക്യുലറിസം, അതായത് മതേതരത്വം, മത റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മഹാഭാരതത്തിൽ ഡെപ്പിക്റ്റ് ചെയ്യുന്നതെങ്കിൽ എന്താണ് ഭഗവത്ഗീതയിൽ എന്താണ് അണ്ടർലൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞത് എന്താണ്, സ്പിരിച്വാലിറ്റി, അതായത് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളാണ് ഭഗവത്ഗീതയിൽ ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. ഇതൊക്കെ എന്താണ്, ഇറ്റ് ഈസ് പാരലൽ ടു ഇലിയഡ്. ഇലിയഡിന് സമമായിട്ടുള്ള എപ്പിക്കുകളാണ് ഭഗവത്ഗീതയും മഹാഭാരതയും രാമായണയും ഒക്കെ കേട്ടോ. Plato feels Homer does not offer any moral or political ethics, and the war does not uphold any lesson for humanity. എന്താണ്, എന്താ പറയണത്, the Homer feels പ്ലാറ്റോ ഫീൽസ് ഹോമർ ഡസ് നോട്ട് ഓഫർ എനി മോറൽ ആൻഡ് പൊളിറ്റിക്കൽ എത്തിക്സ്. മോറലും ആയിട്ടും അല്ലെങ്കിൽ പൊളിറ്റിക്കലും ആയിട്ടുള്ള എത്തിക്സുകൾ, നിയമങ്ങളൊന്നും എന്താണ് ഓഫർ ചെയ്യുന്നില്ല. ഹോമർ ഓഫർ ചെയ്യുന്നില്ല എന്നാണ്. ഈ ഒരു യുദ്ധമാണ്, അപ്പോൾ അതിന് പലതരം എത്തിക്കുകളും ഉണ്ടാവും. അതൊന്നും മോറലായിട്ടും പൊളിറ്റിക്കലും ആയിട്ടുള്ള എത്തിക്കുകൾ എന്താണ്, എത്തിക്സ് എന്താണ് ഹോമർ ഓഫർ ചെയ്യണില്ല അദ്ദേഹത്തിന്റെ ഇലിയഡ് എന്ന് പറഞ്ഞ ഒരു എപ്പിക്കിൽ. എന്ന് ആര് പറയാണ്, പ്ലേറ്റോന് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്ത്, ഹോമർ ഡസ് നോട്ട് ഓഫർ എനി മോറൽ ആൻഡ് പൊളിറ്റിക്കൽ എത്തിക്സ് ആൻഡ് ദ വാർ ഡസ് നോട്ട് അപ്ഹോൾഡ് എനി ലെസൺസ് ഫോർ ഹ്യൂമാനിറ്റി. എന്താണ്, വാർ ഒരിക്കലും എന്താണ് അപ്ഹോൾഡ് ചെയ്യുന്നില്ലാത്ത കാര്യം എന്താണ്, ലെസൺസ് ഫോർ ഹ്യൂമാനിറ്റി. ഹ്യൂമാനിറ്റീനെ പറ്റിയുള്ള ലെസൺ, അതിനെ പറ്റിയുള്ള പാഠങ്ങൾ, അതിനെ ഹ്യൂമാനിറ്റിനെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും എന്താണ് ഡെപ്പിക്റ്റ് ചെയ്യുന്നില്ല എന്തില്, ഇലിയഡില്. ഇതൊക്കെ ആരുടെ കാഴ്ചപ്പാടാണ്, പ്ലേറ്റോന്റെ കാഴ്ചപ്പാടാണ്, അല്ലെങ്കിൽ ഗ്രീക്ക് ഫിലോസഫറായ പ്ലേറ്റോന് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് എന്ത്, പ്ലേറ്റോ ഫീൽസ് ഹോമർ ഡസ് നോട്ട് ഓഫർ എനി മോറൽ ഓർ പൊളിറ്റിക്കൽ എത്തിക്സ് ആൻഡ് ദ വാർ ഡസ് നോട്ട് അപ്ഹോൾഡ് എനി ലെസൺ ഫോർ ഹ്യൂമാനിറ്റി. Today we are discussing about the last portion of the Unit 4, lesson from the war. എന്താ നമ്മൾ ഇന്ന് എടുക്കാൻ പോണത്, ഈ യൂണിറ്റ് 4 യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചറിലെ യൂണിറ്റ് 4 ലാസ്റ്റ് പോർഷൻ എന്താണ്, ലെസൺ ഫ്രം ദ വാർ, യുദ്ധത്തിൽ നിന്നുള്ള ഒരു പാഠം. കുറച്ച് പോർഷൻ നമ്മൾ എടുത്തു, ഇനി ബാക്കിയുള്ളതാണ്. ദ തീം ഓഫ് ഇലിയഡ് ഈസ് റേജ്. എന്താണ് റേജ്, നമുക്കറിയാം ആരുടെ റേജ് ആണ് മെയിൻ ആയിട്ട് ഇതിൽ കാണുന്നത്, അക്കിലസിന്റെ അല്ലെ, അക്കിലസിന്റെയും കുറെ അധികം ക്യാരക്ടേഴ്സിന്റെ റേജ് നമുക്ക്, റേജ് എന്ന് പറഞ്ഞാൽ ആംഗ്രി, ദേഷ്യം, അങ്ങനത്തെ ആ ഒരു മീനിങ് ആണ്. ദ തീം ഓഫ് ഇലിയഡ് ഈസ് റേജ്. എന്താണ് ഇലിയഡിന്റെ തീം എന്ന് പറയുന്നത് റേജ് ആണ്. ഫസ്റ്റ് ലെസൺ, ഈ ഒരു അല്ലെങ്കിൽ ഒരു വാറിന്റെ ഒരു ഫസ്റ്റ് ലെസൺ ഫ്രം ദ വാർ എന്നല്ല ടോപ്പിക്കിന്റെ പേര്. അപ്പൊ എന്താണ് ഫസ്റ്റ് ലെസൺ, എന്താണ് റേജ് ബ്രീഡ്സ് റേജ്, വയലൻസ് ബ്രീഡ്സ് വയലൻസ്. എന്താണ് റേജ് ബ്രീഡ്സ് വയലൻസ്, റേജ് എന്ന് പറഞ്ഞാൽ, റേജ് പറഞ്ഞാൽ ദേഷ്യം ദേഷ്യത്തെ വളർത്തും, വയലൻസ് അക്രമം, എന്താണ് അക്രമത്തെ വളർത്തും. അതാണ് റേജ് ബ്രീഡ്സ് റേജ്, വയലൻസ് ബ്രീഡ്സ് വയലൻസ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ഫസ്റ്റ് ലെസൺ പറഞ്ഞത് ഇതാണ്.
The violent consequence of anger as seen in Achilles' refusal to enter the battlefield, it results the destructions of the Greek army. എന്താണ്? The violent consequence of anger as seen in Achilles' refusal. എന്താണ്? ആ ഒരു ദേഷ്യത്തിൻ്റെ ആ ഒരു വയലൻ്റ് ആയിട്ടുള്ള ആ ഒരു കോൺസിക്വൻസ് എന്താണ്? ആരിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? അക്കിലസിൽ. അത് എങ്ങനെ കാണാൻ കഴിയുന്നത്? റെഫ്യൂസൽ ടു എൻ്റർ ദ ബാറ്റിൽ ഫീൽഡ്. എന്ത് കാരണമാണ് അക്കിലസ് ബാറ്റിൽ ഫീൽഡിൽ പോകാൻ വേണ്ടി വിസമ്മതിച്ചത്? വാർ ഡ്യൂട്ടി ആയിട്ടുള്ള ബ്രേസിസിനെ ആഗംനന് വേണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓണറിന് അതൊരു വലിയൊരു ഇൻസൾട്ടായി. അത് കാരണം അദ്ദേഹം എന്താണ്? അദ്ദേഹത്തിന് ദേഷ്യം വന്നു. ആ ഒരു ആങ്കറിൻ്റെ കോൺസിക്വൻസ് ആണ് എന്ത്? അക്കിലസ് റെഫ്യൂസൽ ടു എൻ്റർ ദ ബാറ്റിൽ ഫീൽഡിലേക്ക് ചേരാനുള്ള ആ ഒരു ഇതിന് റെഫ്യൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? ദ കോൺസിക്വൻസ് ഓഫ് ആങ്കർ സീൻ ഇൻ അക്കിലസ്, ഇറ്റ് റിസൾട്ട് ദ ഡിസ്ട്രക്ഷൻസ് ഓഫ് ദ ഗ്രീക്ക് ആർമി. എന്താണ്? ഈ അക്കിലസ് ആണ് മെയിൻ ആയിട്ടുള്ള ഒരു വാരിയർ. ആഗംനൻ രാജാവാണെങ്കിൽ കൂടി അല്ലെങ്കിൽ ലീഡർ ആണെങ്കിൽ കൂടി എന്താണ്? അക്കിലസ് ആണ് യുദ്ധകളത്തിലെ മികച്ച പോരാളി. ആ ഒരു പോരാളി യുദ്ധത്തിൽ പങ്കെടുക്കാതിരിക്കുമ്പോൾ എന്താണ്? സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ആ ഒരു ആർമിക്ക് ഡിസ്ട്രക്ഷൻ സംഭവിക്കും, നാശം സംഭവിക്കും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഇറ്റ് റിസൾട്ട് ദ ഡിസ്ട്രാക്ഷൻസ് ഓഫ് ദ ഗ്രീക്ക് ആർമി. അക്കിലസ് ലോയൽറ്റി ടു ഹിസ് ഫെല്ലോ സോൾജിയർ, ഹിസ് ലവ് ആൻഡ് കമ്പാനിയൻഷിപ്പ് ടുവേർഡ്സ് പെട്രോക്ലസ് ആൻഡ് ഹിസ് സെൽഫ്ലെസ് ഓഫർ ഓഫ് ഹിസ് ആർമർ ഫോർ ഹിസ് ഫ്രണ്ട് ആർ ക്ലിയർലി ഇൻഡിക്കേറ്റ് ദാറ്റ് ഓൾ ഈസ് നോട്ട് റേജ് ഇൻ ദ ഹോമറിക് വേൾഡ്. എന്താണ് നമ്മൾ പറഞ്ഞു? റേജ് ആണ് മെയിൻ ആയിട്ടുള്ള ഇതിലെ തീം എന്ന ഇലിയഡിലെ തീം. അക്കിലസ് ലോയൽറ്റി ടു ഹിസ് ഫെല്ലോ സോൾജിയർ, അക്കിലസിന് അദ്ദേഹത്തിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഫെല്ലോ സോൾജിയേഴ്സിനൊപ്പം വർക്ക് ചെയ്യുന്ന സോൾജിയേഴ്സിനോടുള്ള ആ ഒരു ലോയൽറ്റി, അതേപോലെ ഹിസ് ലവ് ആൻഡ് കമ്പാനിയൻഷിപ്പ് ടുവേർഡ്സ് പെട്രോക്ലസിനോട് ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള പെട്രോക്ലസിനോടുള്ള ആ ഒരു സ്നേഹവും കമ്പാനിയൻഷിപ്പും. പിന്നെന്താണ്? ഹിസ് സെൽഫ്ലെസ് ഓഫർ ഓഫ് ഹിസ് ആർമർ ഫോർ ഹിസ് ഫ്രണ്ട്, അദ്ദേഹത്തിൻ്റെ ആർമർ എന്താണ്? ആ ഒരു കവചം ആർക്ക് നൽകുകയാണ്? പെട്രോക്ലസിന് നൽകുകയാണ്. അതൊക്കെ എന്താണ്? ആർ ക്ലിയർലി ഇൻഡിക്കേറ്റ് ദാറ്റ് ഓൾ ഈസ് നോട്ട് റേജ്. എന്താണ്? ഇതൊക്കെ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇതൊക്കെ എന്താണ് സൂചിപ്പിക്കുന്നത്? നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യം എന്താണ്? ഇതെല്ലാം എന്താണ്? റേജ് അല്ല, ദേഷ്യമല്ല. ഈസ് ഇൻ ഹോമറിക് വേൾഡ്, ഹോമറിക് വേൾഡിലുള്ള ഒരു റേജ് അല്ല, ദേഷ്യമല്ല. എന്ത്? ഫെല്ലോ സോൾജിയേഴ്സിനോടുള്ള ഒരു ലോയൽറ്റിയും പിന്നെ അതേപോലെ ഉറ്റ സുഹൃത്തിനോടുള്ള ഒരു സ്നേഹവും കമ്പാനിയൻഷിപ്പും പിന്നെ എന്താണ്? ഹിസ് സെൽഫ്ലെസ് ഓഫർ. എന്താണ് ഓഫർ? ഇത് ഓഫ് ഹിസ് ആർമർ ഫോർ ഹിസ് ഫ്രണ്ട്. യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ കൂടിയ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള പെട്രോക്ലസിനെ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുകയും ചെയ്യേണ്ടത്. പിന്നെ എന്താണ്? അദ്ദേഹത്തിൻ്റെ ആർമർ കൊടുക്കുകയും ചെയ്യുന്നത്. ഇതൊക്കെ എന്താണ്? ഇറ്റ് ഈസ് നോട്ട് ഫുൾ ഓഫ് എന്താണ്? റേജ്. ഇതൊക്കെ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് ചെയ്യുന്നത് മാത്രമല്ല, ഇതൊക്കെ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്നേഹവും അദ്ദേഹത്തിൻ്റെ ഒരു സോഫ്റ്റ് പാർട്ടുമാണ് നമുക്കിതിൽ ഈ ഒരു പോർഷനിൽ കാണാൻ കഴിയുന്നത്. യൂണിറ്റ് 3 എന്താ ഡിസ്കസ് ചെയ്യുന്നത്? ഹെക്ടർ ആൻഡ് ഹിസ് ബോണ്ടിങ് വിത്ത് ഹിസ് ഫാമിലി. ഹെക്ടറിൻ്റെ ആ ഒരു ഫാമിലിയോടുള്ള ഒരു ബോണ്ടിങ് ആണ് നമുക്ക് യൂണിറ്റ് 3 നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആൻഡ് ഹിസ് ലോയൽറ്റി ടു ഹിസ് ഫാദർ, അദ്ദേഹത്തിൻ്റെ അച്ഛനോടുള്ള ഒരു സ്നേഹവും ലോയൽറ്റിയും ഒക്കെ. ആൻഡ് ഹിസ് ഹേറ്റ് ടുവേർഡ്സ് ഹിസ് ബ്രദേഴ്സ് ആക്ഷൻ, അദ്ദേഹത്തിൻ്റെ ബ്രദറാണ് പാരീസാണ് ഹെലൻ്റെ കൂടെ ഒളിച്ചോടി പോയത്. ആ ഒരു ആക്ഷൻ അദ്ദേഹം വളരെയധികം ദേഷ്യത്തോടെ അല്ലെങ്കിൽ വെറുപ്പോടെയാണ് അദ്ദേഹം കാണുന്നത്. തീരെ ഇഷ്ടമായിട്ടില്ല ആ ഒരു ബ്രദറിൻ്റെ ആ ഒരു ആക്ഷൻ എന്ന് പറഞ്ഞത്. ദ എപ്പിക് ഈസ് എ പോയിന്റർ ടു എ ന്യൂ പൊളിറ്റിക്കൽ എത്തിക്, നോട്ട് എ പാർട്ട് ഓഫ് ദി ഹോമറിക് വേൾഡ്. ഈ എപ്പിക് എന്താ? ഈ ഇലിയഡ് എന്ന് പറഞ്ഞിട്ടുള്ള എപ്പിക് എന്താണ്? ഈസ് എ പോയിന്റർ ടു എ ന്യൂ പൊളിറ്റിക്കൽ എത്തിക്, ഒരു പുതിയൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു എത്തിക്സ് ആണ് എന്ത്? ഈ എത്തിക്. അതിനുള്ള ഒരു പോയിന്റർ ആയിട്ടാണ് ഹോമർ ഇലിയഡിനെ കണക്കാക്കുന്നത്. ഇതെന്താണ്? നോട്ട് എ പാർട്ട് ഓഫ് ഹോമറിക് വേൾഡ്, ഇതൊരു ഹോമറിക് വേൾഡിന്റെ ഒരു പാർട്ട് അല്ല എന്നാ പറഞ്ഞത്. ആ ഒരു ന്യൂ പൊളിറ്റിക്കൽ എത്തിക് എന്ന് പറഞ്ഞത് എന്താണ്? ഇറ്റ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ഹോമറിക് വേൾഡ്. ഗ്രീക്ക് സൊസൈറ്റി വാല്യൂഡ് വാർ ഹീറോയിക്സ് മോർ ദാൻ സിവിലൈസ്ഡ് ഹ്യൂമൻ. ഗ്രീക്ക് സൊസൈറ്റി വാല്യൂ ചെയ്യണം അല്ലെങ്കിൽ ഗ്രീക്ക് സൊസൈറ്റി വില കൊടുക്കുന്നത് എന്തിനാണ്? വാർ ഹീറോയിക്സ്. വാറിൽ നമ്മൾ ജയിച്ചിട്ടുള്ള അല്ലെങ്കിൽ കുറേയധികം വിജയങ്ങൾ കൈവരിച്ചിട്ടുള്ള ഹീറോയിക്സിനെയാണ് എന്ത്? ഗ്രീക്ക് സൊസൈറ്റി വില കൊടുക്കുന്നത്. എന്തിനേക്കാൾ? സിവിലൈസ്ഡ് ബിഹേവിയർ, ഒരു സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയറിനേക്കാളും ഒരു വാല്യൂ കൊടുക്കുന്നത് എന്തിനാണ്?
വാർ ഹീറോയിക്, വാറിലുള്ള ഹീറോയിക്സിനാണ് ഗ്രീക്ക് സൊസൈറ്റി വാല്യൂ കൊടുക്കുന്നത് കേട്ടോ. ഹോമറിക് ആസ്പിരേഷൻ ഈസ് ടു പേഴ്സോണിഫൈ ദ ഐഡിയൽസ് ഓഫ് സൊസൈറ്റി. എന്താണ് ഹോമറിക് ആസ്പിരേഷൻ? എന്താണ്? ഒരു സൊസൈറ്റിയുടെ ഐഡിയൽസിന്റെ എന്താണ് പേഴ്സോണിഫൈ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്താണ് ഹ്യൂമറിക് ആസ്പിരേഷൻ. ഹെക്ടർ നോസ് ദാറ്റ് he will be criticized if he stay back with the family without entering battlefield. എന്താണ് ഹെക്ടറിന് അറിയാം, ഹെക്ടറിന് യുദ്ധം ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങൾ തിന്മകൾ പോലത്തെ ഈവിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമില്ല. അദ്ദേഹത്തിന്റെ ഫാമിലി, വൈഫ്, കുട്ടി, ഫാദർ അവരോടൊക്കെ നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് ഫോളോ ചെയ്യാനാണ് ഇഷ്ടം. പക്ഷെ എന്നിരുന്നാലും അദ്ദേഹം എന്താണ് ഒരു വാരിയർ ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഹെക്ടർ നോസ്, അദ്ദേഹത്തിന് അറിയാം എന്ത് ദാറ്റ് ഹി വിൽ ബി ക്രിട്ടിസൈസ്ഡ്. എന്താണ് അദ്ദേഹം വിമർശനത്തിന് ഇരയാകും. എന്ത് ചെയ്താൽ? ഇഫ് ഹി സ്റ്റേ ബാക്ക് വിത്ത് ദ ഫാമിലി വിത്തൗട്ട് എൻ്ററിങ് ബാറ്റിൽ ഫീൽഡ്. ഫാമിലിയോടൊപ്പം സ്റ്റേ ചെയ്ത് ബാറ്റിൽ ഫീൽഡിലേക്ക് എൻ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് തൻ്റെ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രാജ്യത്തിലെ ആൾക്കാർക്ക് വേണ്ടി ട്രോജൻസിന് വേണ്ടി യുദ്ധം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അദ്ദേഹം അത് വിമർശനത്തിന് ഇരയാകും. അതായത് ഹി വിൽ ബി ക്രിട്ടിസൈസ്ഡ് ഇഫ് ഹി സ്റ്റേ ബാക്ക് വിത്ത് ഫാമിലി വിത്തൗട്ട് എൻ്ററിങ് ദ ബാറ്റിൽ ഫീൽഡ്. ബുക്ക് 14 എന്താണ് പറയണത്? ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് എസ്റ്റീം. സെൽഫ് എസ്റ്റീമിന്റെ ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് ബുക്ക് 14 കാണാൻ കഴിയുന്നത്. അക്വിലസ് റെഫ്യൂസ്ഡ് ടു ഫൈറ്റ് ബിക്കോസ് ഓഫ് ഹിസ് ഡിസ്പ്യൂട്ട് വിത്ത് ആഗമനൻ ബട്ട് ഈസ് ഹേർട്ട് ഹിസ് സെൽഫ് എസ്റ്റീം. എന്താണ്? എന്തുകൊണ്ടാണ് റെഫ്യൂസ് ചെയ്തത്? അദ്ദേഹം അക്വിലസ് റെഫ്യൂസ് ചെയ്തു. എന്തിന്? ഫൈറ്റിലേക്ക്, അതായത് ബാറ്റിൽ ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യാൻ അദ്ദേഹം നിരസിച്ചു, പോയില്ല. അതെന്താ കാരണം? ബിക്കോസ് ഓഫ് ഹിസ് ഡിസ്പ്യൂട്ട് വിത്ത് ആഗമനൻ ഈസ് ഹേർട്ട് ഹിസ് സെൽഫ് എസ്റ്റീം. അദ്ദേഹത്തിന്റെ സെൽഫ് എസ്റ്റീമിനെ ഹേർട്ട് ചെയ്തത് കൊണ്ടാണ് അദ്ദേഹം ബാറ്റിൽ ഫീൽഡിലേക്ക് പോകാൻ റെഫ്യൂസ് ചെയ്തത്. സെൽഫ് എസ്റ്റീം ഈസ് കറക്റ്റീവ് ടു ദ ക്രിറ്റിസിസം ദാറ്റ് ഹോമർ ഹാസ് നോ ലെസൺ ടു ഓഫർ. എന്താണ് സെൽഫ് എസ്റ്റീം പറഞ്ഞത്? എന്താണ്? ഈസ് കറക്റ്റീവ് ടു ക്രിറ്റിസിസം. ക്രിറ്റിസിസത്തിനുള്ള ഒരു കറക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് സെൽഫ് എസ്റ്റീം പറഞ്ഞത്. അതെന്താണ്? ദാറ്റ് ഹോമർ ഹാസ് നോ ലെസൺ ടു ഓഫർ. ഹോമറിന് എന്താണ് ഒരു യുദ്ധത്തിനെ പറ്റി അല്ലെങ്കിൽ യുദ്ധത്തിന്റെ കാര്യങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ എന്താണ് ഓഫർ ചെയ്യുന്നില്ല. അതാണ് പറയുന്നത് കേട്ടോ. ഹോമർ ഹാസ് നോ ലെസൺ ടു ഓഫർ. ഹോമറിന് ഒരു പാഠം അല്ലെങ്കിൽ ഒരു കാര്യം ഓഫർ ചെയ്യുന്നത് ഹോമർ ചെയ്തിട്ടില്ല. അതെന്താണ്? ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ളതാണ്. എന്താണ്? സെൽഫ് എസ്റ്റീം. ദ വയലേഷൻ ഓഫ് അക്വിലസ് സെൽഫ് എസ്റ്റീം ചാലഞ്ച് ഹിസ് സുപ്പീരിയേഴ്സ് ആൻഡ് ടേക്ക് വോ നോട്ട് ടു ഫൈറ്റ്. എന്താണ്? ദ വയലേഷൻ ഓഫ് അക്വിലസ് സെൽഫ് എസ്റ്റീം ചാലഞ്ച് ഹിസ് സുപ്പീരിയേഴ്സ്. എന്താണ്? അദ്ദേഹത്തിന്റെ അക്വിലസിന്റെ ആ ഒരു സെൽഫ് എസ്റ്റീമിന്റെ ആ ഒരു വയലേഷൻ ഓഫ് അക്വിലസ് സെൽഫ് എസ്റ്റീം, അദ്ദേഹത്തിന്റെ അക്വിലസിന്റെ ആ ഒരു സെൽഫ് എസ്റ്റീമിലുള്ള ആ ഒരു വയലേഷൻ എന്ന് പറഞ്ഞത് എന്താണ്? സുപ്പീരിയേഴ്സിനെയൊക്കെ ചാലഞ്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? ഹി ടേക്ക് എ വോ നോട്ട് ടു ഫൈറ്റ്. എന്താണ് വോ എന്ന് പറഞ്ഞാൽ പ്രതിജ്ഞ എടുക്കുക എന്നാണ്. അദ്ദേഹം എന്താണ്? ടേക്ക് വോ ടു നോട്ട് ഫൈറ്റ്, വോ നോട്ട് ടു ഫൈറ്റ്. എന്താണ്? ഫൈറ്റ് ചെയ്യില്ല എന്നുള്ള ഒരു പ്രതിജ്ഞ അദ്ദേഹം അതിനാൽ എടുക്കുകയാണ്. ആ ഒരു സെൽഫ് എസ്റ്റീമിനെ ചാലഞ്ച് ചെയ്തുകൊണ്ടുള്ള ഒരു കാര്യമായതുകൊണ്ട്. ഇറ്റ് റിസൾട്ട് ദ ഫെയിലിയർ ഓഫ് ഗ്രീക്ക് ആർമി. എന്താണ്? അദ്ദേഹം ആ ഒരു വാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തത് എന്താണ്? അതെന്താണ് റിസൾട്ട് ചെയ്തത്? അതിനുള്ള ആ ഒരു ഫലം എന്ന് പറയുന്നത് എന്താണ്? ദ ഫെയിലിയർ ഓഫ് ഗ്രീക്ക് ആർമി. ഗ്രീക്ക് ആർമിയുടെ ആ ഒരു ഫെയിലിയർ ആണ് നമ്മൾ ഇതിൻ്റെ റിസൾട്ട്. അക്വിലസ് ബാറ്റിൽ ഫീൽഡിൽ എൻട്രി ചെയ്യാത്തതിനുള്ള റിസൾട്ട് ചെയ്തത് എന്താണ്? ഫെയിലിയർ ഓഫ് ഗ്രീക്ക് ആർമി. ദെൻ ഹി പെർസ്യൂഡ് പെട്രോക്ലസ്. അദ്ദേഹം അങ്ങനെ സ്വന്തം ആർമി ഫെയിലിയർ ആയപ്പോൾ അല്ലെങ്കിൽ അവർ തോറ്റു പോയപ്പോൾ എന്താണ്? എന്നിരുന്നാലും അദ്ദേഹം ആ ഒരു വാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. അദ്ദേഹത്തിന് പകരമായിട്ട് എന്താണ്? അദ്ദേഹത്തിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള പെട്രോക്ലസിനെ അതിലേക്ക് യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം പെർസ്യൂ ചെയ്യാണ്. ഇറ്റ് ഈസ് എ വേ ഓഫ് സെൽഫ് എസ്റ്റീം ബൈ സ്റ്റേയിങ് എവേ ഫ്രം ദ വാർ. എന്താണ്? ഇതൊരു സെൽഫ് എസ്റ്റീമിന്റെ ഒരു വേ ആണ്. യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഹോണറിനെ ഇൻസൾട്ട് ചെയ്തപ്പോൾ അദ്ദേഹം എന്താണ്? അദ്ദേഹത്തിന്റെ വാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. അങ്ങനെ ആ വാറിൽ നിന്ന് അതായത് യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ വേ ഓഫ് സെൽഫ് എസ്റ്റീം. സെൽഫ് എസ്റ്റീമിന്റെ ഒരു വേ ആയിട്ടാണ് അദ്ദേഹം അതിനെ കണക്കാക്കുന്നത്. പെട്രോക്ലസ് ഡെത്ത് റിയലൈസ് ഹിസ് സെൽഫ് വർത്ത് ആൻഡ് റേസ് ഹിംസെൽഫ് ഇൻ എസ്റ്റീം ഇൻ ഹിസ് ഓൺ ഐസ്. എന്താണ്? പെട്രോക്ലസിന്റെ മരണം അദ്ദേഹത്തെ വളരെയധികം ബാധിച്ചു. ആ ഒരു അദ്ദേഹത്തിന്റെ മരണമാണ് അദ്ദേഹത്തെ എന്താണ്? അദ്ദേഹത്തിന്റെ ആ ഒരു സെൽഫ് വർത്ത്, സ്വയമുള്ള ആ ഒരു വില റിയലൈസ് ചെയ്യാൻ
അദ്ദേഹത്തെ കാണിച്ചു തന്ന ഒരു കാര്യം എന്താണ്? പെട്രോക്ലസിന്റെ ഡെത്ത്. ആൻഡ് റേസ് ഹിംസെൽഫ് ഇൻ എസ്റ്റീം ഇൻ ഹിസ് ഓൺ ഐസ്. അദ്ദേഹത്തിന്റെ കണ്ണുകൾ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു എസ്റ്റീം ഉയർത്തി കാണിക്കുകയാണ് ചെയ്യുന്നത്. ഹി റിക്കവേഴ്സ് ഹിസ് ലോസ്റ്റ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ ഫ്രണ്ടിന്റെ മരണശേഷം എന്താണ്? ഹി റിക്കവേഴ്സ് ഹിസ് ലോസ്റ്റ് പൊസിഷൻ. അദ്ദേഹത്തിന്റെ നഷ്ടപ്പെട്ട പൊസിഷൻ, അതായത് ആ ഒരു ഗ്രേറ്റ് വാരിയർ എന്നുള്ള ആ ഒരു പൊസിഷൻ അദ്ദേഹം റിക്കവർ ചെയ്തെടുക്കുകയാണ്. ആൻഡ് എൻ്റർ ടു ദ ബാറ്റിൽ. അങ്ങനെ ആ പെട്രോക്ലസിന്റെ മരണശേഷം അദ്ദേഹം ബാറ്റിൽ ഫീൽഡിലേക്ക് വീണ്ടും നഷ്ടപ്പെട്ട പൊസിഷൻ ഏൺ ചെയ്തിട്ട് വീണ്ടും ബാറ്റിൽ ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യാണ്. ഹി ഫീൽസ് പ്രിയംസ് ഗ്രീഫ് ആൻഡ് ഹി ഇമാജിൻ ഹിസ് ഓൺ ഫാദേഴ്സ് ഗ്രീഫ് ഇഫ് ഹി വേർ ടു ബി കിൽഡ്. എന്താണ്? പ്രിയം ഹെക്ടറിനെ അങ്ങനെ ആ പെട്രോക്ലസിനെ കൊന്ന ദേഷ്യത്തിൽ ഹെക്ടറിനെ അക്കിലസ് കൊല്ലും. അപ്പൊ അക്കിലസിന് മനസ്സിലാവുകയാണ് എന്ത്? ഫാദർ എന്ന നിലയ്ക്ക് പ്രിയത്തിന്റെ ആ ഒരു സങ്കടം അദ്ദേഹത്തിനും കൂടെ ഫീൽ ചെയ്യാണ്. അപ്പൊ അദ്ദേഹം ഇമാജിൻ ചെയ്യാണ്, അദ്ദേഹം ഒന്ന് ഓർത്തെടുക്കുകയാണ് എന്ത്? ഇമാജിൻ ഹിസ് ഓൺ ഫാദേഴ്സ് ഗ്രീഫ് ഇഫ് ഹി വേർ ടു ബി കിൽഡ്. അദ്ദേഹമാണ്, അക്കിലസ് ആണ് മരിച്ചിരുന്നുവെങ്കിൽ അക്കിലസിന്റെ ഫാദറിനുണ്ടാകുന്ന സങ്കടവും ആ ഒരു സഫറിങ്സും ഒക്കെ അദ്ദേഹം എന്തില്? പ്രിയത്തിന്റെ ഗ്രീഫിൽ അദ്ദേഹം മനസ്സിലാക്കണം, അല്ലെങ്കിൽ അദ്ദേഹം ഇമാജിൻ ചെയ്യാണ് ആ ഒരു കാര്യം. അക്കിലസ് സീസ് ഇൻ പ്രിയംസ് ഗ്രീഫ് എ റിഫ്ലക്ഷൻ ഓഫ് ഹിസ് ഓൺ എക്സ്പീരിയൻസ് of grief and it binds Achilles and പ്രിയം. എന്താണ്? അക്കിലസ് സീസ് ഇൻ പ്രിയംസ് ഗ്രീഫ്. അക്കിലസ് എന്താണ്? അക്കിലസിന് എന്താണ് കാണാൻ കഴിയുന്നത്? സീസ് ഇൻ പ്രിയംസ് ഗ്രീഫ്സ് റിഫ്ലക്ഷൻ ഓഫ് ഹിസ് ഓൺ എക്സ്പീരിയൻസ് ഓഫ്. അദ്ദേഹത്തിന്റെ തന്നെ സ്വന്തം എക്സ്പീരിയൻസിലൂടെ എന്താണ് അക്കിലസിന് പ്രിയത്തിന്റെ ആ ഒരു ഗ്രീഫ് കാണാൻ കഴിയുന്നത്. എന്താ പ്രിയത്തിന്റെ ഗ്രീഫ് എന്ന് പറഞ്ഞത്? എന്താണ്? റിഫ്ലക്ഷൻ. ഒരു റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രതിബിംബം. അദ്ദേഹത്തിന്റെ ആ ഒരു സെയിം പ്രതിബിംബമായിട്ട് തോന്നാണ് എന്താ? അദ്ദേഹത്തിന്റെ തന്നെ ആ ഒരു സങ്കടങ്ങൾ നിറഞ്ഞ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത്. ഇറ്റ് ബൈൻഡ്സ് അക്കിലസ് ആൻഡ് പ്രിയം. ഈ ഒരു കോമൺ ആയിട്ടുള്ള അവരുടെ ആ ഒരു ഹ്യൂമൻ ലോസും ഗ്രീഫും ഒക്കെ എന്താണ്? അവർ രണ്ടുപേര് ഒന്നിപ്പിക്കുകയാണ്. ആരെ? അക്കിലസിനെയും പ്രിയത്തെയും. ഹ്യൂമൻ സോളിഡാരിറ്റി ട്രാൻസെൻഡ് ദ ഇൻഡിവിജ്വൽ ഹീറോയിക് വീക്ക്നെസ് സച്ച് ആസ് the ego of Achilles, the lust of Paris, the greed of Agamemnon, the momentary cowardice of Hector, the rage of Achilles, and shows human connectedness. എന്താണ് ഇതൊക്കെ? എന്താണ് ഈ ഒരു ഹ്യൂമൻ സോളിഡാരിറ്റി എന്ന് പറഞ്ഞാൽ? എന്താണ്? ട്രാൻസെൻഡ് ദ ഇൻഡിവിജ്വൽ ഹീറോയിക് വീക്ക്നെസ്. ഇൻഡിവിജ്വൽ ഹീറോയിക് വീക്ക്നെസ്സിനെ ട്രാൻസെൻഡ് ചെയ്യുന്ന എന്താണ്? ഹ്യൂമൻ സോളിഡാരിറ്റികളാണ് ഇതൊക്കെ. എന്താണ് ഈ ഹ്യൂമൻ വീക്ക്നെസ്, ഇൻഡിവിജ്വൽ ഹീറോയിക് വീക്ക്നെസ് പറഞ്ഞാൽ? ദ ഈഗോ ഓഫ് അക്കിലസ്. അക്കിലസിന്റെ ഈഗോ നമ്മൾ കണ്ടു. ആ ഒരു ഇൻസൾട്ട് ചെയ്തതിനെ പറ്റിയുള്ള ആ ഒരു കാര്യങ്ങളാണ് അക്കിലസിന്റെ യുദ്ധത്തിൽ പങ്കെടുക്കാതിരിക്കാതെയാണ് അക്കിലസിന്റെ ഈഗോ എന്ന് പറഞ്ഞത്. ലസ്റ്റ് ഓഫ് പാരീസ്, മറ്റൊരാളുടെ ഭാര്യനെ കടത്തിക്കൊണ്ടുപോകാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആ പാരീസിന്റെ ആ ഒരു ലസ്റ്റിനെ കാണിക്കുന്നതാണ്. ഇതൊക്കെ ഒരു ഹ്യൂമൻ അല്ലെങ്കിൽ ഹീറോയിക് വീക്ക്നെസ് ആണ് കേട്ടത്. ആൻഡ് ദ ഗ്രീഡ് ഓഫ് ആഗമനന്റെ ഗ്രീഡ് എന്താണ്? അദ്ദേഹത്തിന് ആഗമനും അക്കിലസിനും ഒരേപോലെ ഒരു വാർബൂട്ടിയെ കിട്ടി. ആഗമനന് കിട്ടിയത് തിരിച്ച് അവളുടെ അച്ഛൻ വാങ്ങിച്ചു. പക്ഷെ അക്കിലസിൻ്റെതും കൂടി വേണമെന്ന് പറഞ്ഞു. അതാണ് ഗ്രീഡ്. ആ ഒരു അത്യാർത്തി, സ്വന്തം അക്കിലസിന്റെ വാർബൂട്ടിയായ ബ്രൈസിസിനെ വേണമെന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ഗ്രീഡ്. അതേപോലെ ദ മൊമെന്ററി കവാർഡൈസ് ഓഫ് ഹെക്ടറിന് അക്കിലസിനെ ഫേസ് ചെയ്യാൻ ഭയങ്കരമായിട്ടുള്ള ആ ഒരു പേടി ഉണ്ടായിരുന്നതാണ് കൊവാർഡൈസ് ഓഫ് ഹെക്ടർ എന്ന് പറഞ്ഞാൽ. ആൻഡ് ദ റേജ് ഓഫ് അക്കിലസിന്റെ ദേഷ്യം. ആൻഡ് ഷോസ് ഹ്യൂമൻ കണക്റ്റഡ്നെസ്. എന്താണ് ഹ്യൂമൻ കണക്റ്റഡ്നെസ് എന്ന് പറഞ്ഞാൽ? പ്രിയവും അക്കിലസും തമ്മിലുള്ള ആ ഒരു കണക്ട്, അവർക്ക് അവരുടെ ആ ഹ്യൂമൻ ലോസിൽ അവരുടെ സെയിം എക്സ്പീരിയൻസിലുള്ള ആ ഒരു കണക്ട്നെസ്. ഇത്ര എന്താണ് ഹ്യൂമൻ സോളിഡാരിറ്റി ട്രാൻസെൻഡ് ദ ഇൻഡിവിജ്വൽ ഹീറോയിക് വീക്ക്നെസ്. ഇത്രയാണ് എന്താണ് ഹീറോയിക് വീക്ക്നെസ്, ഇൻഡിവിജ്വൽ ഹീറോയിക് വീക്ക്നെസ് എന്ന് പറഞ്ഞത്. എന്താണ്? ദ ഈഗോ ഓഫ് അക്കിലസ്, ദ ലസ്റ്റ് ഓഫ് പാരീസ്, ദ ഗ്രീഡ് ഓഫ് ആഗമനൻ, the momentary cowardice of Hector, the range of Achilles, and shows human connectedness. ഇതൊക്കെ എന്താണ്? ഇൻഡിവിജ്വൽ ഹീറോയിക് വീക്ക്നെസ് ആണ്. ഇത്രയാണ് കേട്ടോ നമ്മുടെ ഈ യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചറിലെ ടുവേർഡ്സ് എ പൊളിറ്റിക്കൽ എത്തിക്സ്, എ മോറൽ ഫിലോസഫി ആൻഡ് കൾച്ചറൽ നോംസ് പറഞ്ഞിട്ടുള്ള യൂണിറ്റ് 4 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഇത് ലാസ്റ്റ് സെക്ഷൻ ആണ്, ലെസൺ ഫ്രം ദ വാർ. ഇതിൽ നമ്മൾ ആകെ പഠിച്ചിട്ടുള്ളത് എന്താണ്? ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷന്, പിന്നെ എന്താണ് 3 ബുക്കുകൾ. ബുക്ക് 24 എന്താണ്?
468 മുതൽ 551 വരെയുള്ള ആ ഒരു പോർഷന്, പിന്നെ 552 മുതൽ 620 വരെയുള്ള, പിന്നെ 620 മുതൽ 627 വരെയുള്ള, പിന്നെ ലെസൺ ഫ്രം ദ വാർണമെന്റൽ, അങ്ങനെ കുറച്ച് പോർഷൻ മാത്രമാണ് ഇതിലുള്ളത്. എന്തെങ്കിലും റിപ്പീറ്റേഷൻ നല്ല വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ വല്ലാണ്ട് ഡീറ്റെയിൽ ആക്കിയിട്ടില്ല. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിൽ നമുക്ക് ക്ലിയർ ചെയ്യാം കേട്ടോ.